നമ്മുടെ രാജ്യം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. നമ്മളൊരു മതേതര രാജ്യമാണ്. നമ്മളൊരു വികസിത രാജ്യമാണ്. ജനാധിപത്യവും മതേതരവും വികസിതവുമുള്ള രാജ്യത്തിൽ ദേശീയ തലം മുതൽ ഗ്രാമീണ തലം വരെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ജനസഭ. ഈ ജനസഭയിൽ പങ്കെടുക്കുന്നത് CPM ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് സെക്രട്ടറിയുമായ ശ്രീ PK സുജിത്ത്, ഒപ്പം കോൺഗ്രസ് നേതാവ് P സുബീഷ്, BJP മണ്ഡലം പ്രസിഡന്റ് വിപിൻ എന്നിവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PK സുജിത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനാധിപത്യവും മതേതരവും എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഭീഷണിയുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപവും ആരോപണവും എല്ലാം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് CPM-ൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. CPM ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് കാണുന്നത്? ഒന്ന്, ആ ചോദ്യത്തിൽ ഉള്ള ഈ ആക്ഷേപം ആരോപണം, ആ രണ്ട് വാക്കുകൾ രണ്ടും വിനീതമായി അത് ചോദ്യകർത്താവ് തന്നെ തിരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് രണ്ടും ആക്ഷേപമോ ആരോപണമോ അല്ല എന്ന് വർത്തമാനകാലത്ത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാകെ അവരുടെ ജീവിതാനുഭവമായി ബോധ്യപ്പെടുന്നതാണ് എന്നതാണ്. ഈ രാജ്യം എങ്ങനെ ആയിരിക്കണമെന്നാണോ രാഷ്ട്രശില്പികൾ രാജ്യം രൂപീകരിക്കുന്ന ഘട്ടത്തിൽ, സ്വാതന്ത്ര്യലബ്ധിയുടെ ഘട്ടത്തിൽ ആഗ്രഹിച്ചത്, അതിൻ്റെ വിപരീത ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് എന്നതാണ് 2024 ഏറ്റവും അപകടകരമായ വർത്തമാനകാലത്തെ യാഥാർത്ഥ്യം. അത് ഭയപ്പെടുത്തുന്നതാണ്, അരക്ഷിതമാണ്, ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും കീഴ്മേൽ മറിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ രാജ്യം സമരസാന്ദ്രമായി ഈ രാജ്യത്തിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തെ അക്ഷരാർത്ഥത്തിൽ തീ പിടിപ്പിക്കുന്ന പോരാട്ടത്തിന് നാന്ദി കുറിക്കപ്പെട്ടൊരു ദിനമാണ് ഇന്നലെ. മണിക്കൂറുകൾക്കിപ്പുറം കേരളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച ഏറ്റവും ഡെമോക്രാറ്റിക്കായി സംഘടിപ്പിക്കപ്പെടുന്നു. അതിന് മുൻകൈയെടുത്ത ചെറുപ്പളശ്ശേരിയിലെ മാധ്യമപ്രവർത്തകരെ CPIM-ന് വേണ്ടി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന, കേരളത്തിലെ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളോട് RSS വിരുദ്ധരായ, സംഘപരിവാർ വിരുദ്ധരായ, ഭരണകൂട വിരുദ്ധരായ എല്ലാ മനുഷ്യരുടെയും ഒരു ഐക്യം രാജ്യത്താകമാനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഇടതുപക്ഷം ഒട്ടും ചെറുതല്ലാത്ത കാരണക്കാരാകുന്നു എന്ന ആവേശത്തിലാണ് ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാകെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനും നിലകൊള്ളുന്നത്. ചോദ്യകർത്താവ് ശാന്തേട്ടൻ സൂചിപ്പിച്ചതുപോലെ രാജ്യം അരക്ഷിതമാണ് എന്നതിന്, രാജ്യത്ത് അപകടകരമായ യാഥാർത്ഥ്യങ്ങൾ പലതും ഉണ്ടെന്നതിന് രാജ്യത്തെ ക്യാമ്പസുകൾ, വിദ്യാലയങ്ങൾ, തെരുവോരങ്ങൾ, കൽക്കരി ഖനികൾ, കർഷക പാടങ്ങൾ, ഇങ്ങനെ തുടങ്ങി സർവ്വതല സ്പർശിയായി മനുഷ്യ ജീവിതത്തിൽ അത് പ്രകടമാണ് എന്ന് തന്നെയാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കുന്നത്. സുബീഷ്, കോൺഗ്രസ് ഈ കാര്യത്തിൽ ഏത് വിധേനയുള്ള ചർച്ച അടുത്ത ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയരുന്ന ഒരു വികാരം ഏത് തരത്തിലായിരിക്കും? വർത്തമാനകാലത്തിൽ ഭാരതത്തിൽ ജനിച്ചു വീണ ഒരു ഇന്ത്യൻ പൗരൻ, പ്രത്യേകിച്ച് കേരളത്തിൽ, അത് ചെർപ്പശ്ശേരി നഗരസഭയിലും കൂടിയാകുമ്പോൾ അവൻ്റെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ അവൻ ആശ്രയിക്കുന്നത് അവൻ്റെ ഭരണകൂടങ്ങളെയാണ്. കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക സർക്കാരുകൾ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അത് അവതരിപ്പിക്കാനും അതിന് അവസരമില്ലാതിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ജനാധിപത്യത്തിൻ്റെ നെടുന്തൂൺ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾക്ക് വലിയ പ്രസക്തിയേറുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരമൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ച വൺ ന്യൂസ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ നിഖിൽ ഉൾപ്പെടെയുള്ള വൺ ന്യൂസിൻ്റെ ചാനലിനെ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, വലിയ വാഗ്ദാനങ്ങൾ നൽകി സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ BJP-യുടെ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ 10 വർഷം മുതൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് തോന്നുന്ന ഒരു ജനതയ്ക്ക്
കഴിഞ്ഞ 60 വർഷക്കാലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും അവസാനം UPA ഭരണം വരെ അതിൽ ആസ്വദിച്ചു പോന്നിരുന്ന ജീവിതത്തിൽ നിന്ന് ഇനിയും നമുക്ക് എന്ത് കൂടുതൽ ലഭിക്കും, ഒരു ബദലാണോ എന്ന സംശയത്തോടു കൂടിയാണ് BJP അവർ അധികാരത്തിലേറ്റിയത്. അതിന് BJP ഉപയോഗിച്ചത് അവർ വലിയ വാഗ്ദാനങ്ങൾ നൽകി. 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ നൽകാം എന്ന് പറഞ്ഞ്, 50 രൂപയ്ക്ക് പെട്രോൾ നൽകാം എന്ന് പറഞ്ഞ്, നോട്ട് നിരോധനത്തിലൂടെ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുകയും 1 ലിറ്റർ പെട്രോൾ പോയിട്ട് 1/2 ലിറ്റർ പെട്രോൾ പോലും 50 രൂപയ്ക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ചു. ഹേ റാം എന്ന് പറഞ്ഞാൽ പട്ടിണി മാറില്ല എന്ന യാഥാർത്ഥ്യം എനിക്കും നിങ്ങൾക്കും അറിയാം. ബഹുസ്വരതയെ സ്വീകരിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിൽ ഊന്നി മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ മുഖ്യ മാനേജറാകുന്ന കാലഘട്ടം. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ, പ്രത്യേകം ഒരു വിഭാഗത്തിനോടും മമത കാണിക്കില്ല എന്ന് പറയുന്നവർ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഏജൻ്റായി മാറുമ്പോൾ രാജ്യം ഭീഷണിയിലാണ് എന്ന് നമുക്കൊക്കെ തോന്നി തുടങ്ങി. ആ ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. മറിച്ചല്ല, കേരള സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഫാസിസത്തിൻ്റെ മറ്റൊരു മുഖം. ജനങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു സർക്കാർ സാധാരണക്കാരനോട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഏറ്റവും താഴെത്തട്ടിൽ അഗതികളായ ആളുകൾക്ക് നൽകേണ്ട ക്ഷേമ പെൻഷൻ നൽകിയിട്ട് 5 മാസം കഴിഞ്ഞു. ഒരു സാധാരണക്കാരൻ നിത്യജീവിതം അവൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ സാധനങ്ങൾ വാങ്ങാൻ സപ്ലൈകോയ്ക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള കൗണ്ടറുകൾ കാലിയാണ്. കൃഷി ചെയ്ത കർഷകൻ അവന് നെല്ലിൻ്റെ വില ലഭിക്കുന്നില്ല. അങ്ങനെ എല്ലാ മേഖലയിലും, എന്തിനു പറയുന്നു, സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി വരെ പ്രതിസന്ധിയിലായി നിൽക്കുന്നൊരു കാലഘട്ടം. അപ്പോഴാണ് അവൻ പ്രാദേശിക ഭരണകൂടത്തെ ആശ്രയിക്കുന്നത്. നമുക്ക് പ്രാദേശിക ഭരണകൂടം എന്ന് പറയുമ്പോൾ ചെർപ്പശ്ശേരി നഗരസഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കയറ് പൊട്ടിയ പട്ടം പോലെ പാറുന്ന ഒരു ഭരണസമിതി, കൃത്യമായ കാഴ്ചപ്പാടില്ല, വികസന കാര്യങ്ങളിൽ കൃത്യമായ ഒരു അജണ്ടയില്ല, എന്തൊക്കെയോ ചെയ്യുന്നു, അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന തരത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണകൂടവും ഇല്ല. ആ ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ശക്തമായ പ്രതിഷേധങ്ങളുമായി കേന്ദ്ര സർക്കാരിനോട്, BJPയോട്, സംഘപരിവാറിനോട് കേരള സർക്കാർ മൃദുത്വം പാലിക്കുകയും 77-ലും 89-ലും EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ സംഘപരിവാറുകളെ കേരളത്തിലേക്ക് ആനയിച്ചു കൊടുന്ന അന്ന് മുതൽ ഇന്നുവരെ ഇന്നും ആ BJPയോടും സംഘപരിവാറിനോടുമുള്ള കടപ്പാട് CPMൻ്റെ ഇന്നും തീർന്നിട്ടില്ല. അവരെ ശക്തമായി എതിർക്കാൻ, അവരെ വിരൽ ചൂണ്ടാൻ, കേരളത്തിന് ആവശ്യമായ, കേരളത്തിൻ്റെ അവകാശങ്ങളെ വാങ്ങിയെടുക്കുന്നതിൽ പരാജയമാണ് ഈ സർക്കാർ. അതിന് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് നടക്കുന്നതല്ലാതെ അതിന് വേണ്ട ഒരു നടപടിയും ശക്തമായ ചെയ്യുന്നില്ല. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സംഘപരിവാറിനെതിരെയും BJPയുടെക്കെതിരെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ സംഘപരിവാറിൻ്റെ ഫാസിസത്തിനെതിരെ സമരം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കേരളത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പല ആവർത്തി പറഞ്ഞു, ഒരു ഭരണകൂടം നിയന്ത്രിക്കേണ്ടത്, പൊതുഭരണം നടപ്പിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ, അത് പ്രതിപക്ഷ നേതാവിൻ്റെ പണിയല്ല, അത് മുഖ്യമന്ത്രിയുടെ പണിയാണ്. അത് കൃത്യമായി ചെയ്യാതെ കുറ്റപ്പെടുത്തി കേരള സമൂഹത്തിൽ നിന്നും ഗവർണറും സംഘപരിവാറും മുഖ്യമന്ത്രിയും ഒക്കെ നടത്തുന്ന ചില കാപട്യങ്ങളുടെ ഉള്ളിൽ കേരളം പതുക്കെ മുഖ്യമന്ത്രി ധൂർത്തും സ്വന്തം കുടുംബവും ചേർന്ന് ധൂർത്തടിച്ച് നികുതി പണം ചെലവാക്കി മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്ന് ശക്തമായി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം നടത്തി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നഗരസഭയിലും ഇന്നലെ വരെ ഞങ്ങൾ സമരത്തിലാണ്. ശക്തമായി ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതുവരെ കോൺഗ്രസ് സമരരംഗത്ത് ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിപിൻ, ദേശീയ തലത്തിൽ BJP അധികാരത്തിലേറ്റ് 10 വർഷം തികയുന്നു. മോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അതിന് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ BJP ജനങ്ങളോട് പറയുന്ന ഒരു ആശയം ഏത് തരത്തിലായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തോളം കാലം ഈ രാജ്യം നേടിയെടുത്ത നേട്ടങ്ങൾ
നേട്ടങ്ങളിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ചെറുപ്പുളശ്ശേരിയുടെ ഹൃദയഭാഗത്ത് ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച പോപ്പുലർ ചാനലിൻ്റെ ശാന്തേടനെയും വൺ ന്യൂസിൻ്റെ നിഖിലിനെയും ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ലോകരാജ്യങ്ങൾ വരെ ഇന്ത്യ മഹാരാജ്യത്തിനെ നമ്മളെ ആനയിക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ 60 വർഷത്തോളം കാലം ഇന്ത്യ മഹാരാജ്യത്തിനെ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് താഴ്ത്തപ്പെട്ട നിലയിൽ നിന്ന് ഇന്ത്യയെ കഴിഞ്ഞ 10 വർഷത്തോളം കാലമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ഒരു നന്ദി പറയണം BJPയോട് എന്നുള്ളതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 60 വർഷത്തോളം കാലം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം പട്ടിണിയിലേക്ക് പടുകുഴിയിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ ഈ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയെ ഏത് രീതിയിൽ മുന്നോട്ട് ഉയർത്തി എന്നുള്ളത് നമ്മൾ എല്ലാവരും വിലയിരുത്തപ്പെടേണ്ടതാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ആരോപിച്ചു 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടുകളിലേക്കും എത്തിക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിജി അധികാരത്തിൽ കയറി എന്നാണ് പറഞ്ഞത്. ശരിയാണ്, നരേന്ദ്രമോദിജി പറഞ്ഞത് ചില ഇന്ത്യ അറിയാത്ത ചില പ്രശ്നം കാരണം കൊണ്ടാണ് അത് സംഭവിച്ചുള്ളത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം കഴിഞ്ഞ നരേന്ദ്രമോദിജി 10 വർഷം മുന്നേ പറഞ്ഞത് വിദേശ ബാങ്കുകളിൽ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ആളുകൾക്ക് ഉള്ള ആ നിക്ഷേപം മുഴുവൻ ഈ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ ഓരോ വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്കും 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്ന രീതിയിലുള്ള പണം വിദേശ ബാങ്കുകളിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അല്ലാതെ ഓരോ വ്യക്തികൾക്കും 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പോക്കറ്റുകളിലേക്ക് എത്തിച്ചു നൽകുമെന്ന് നരേന്ദ്രമോദിജി പറഞ്ഞിട്ടില്ല. 300-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി 2019 അധികാരത്തിൽ കയറി. ആ അധികാരത്തിൽ കയറിയതിന് മുതൽ ശേഷം രണ്ടാമതും അധികാരത്തിൽ കയറി. ആ അധികാരത്തിൽ കയറിയതിനു ശേഷം ഈ രാജ്യം കൈവരിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഒട്ടനവധിയായ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒട്ടനവധി നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ മുഴുവൻ ജനങ്ങൾക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഈ രാജ്യത്തിൽ 3ാമതും അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷത്തോളം കാലം ഒരു നല്ല കാലത്തിലൂടെ പോയപ്പോൾ, കേന്ദ്രത്തിൽ നല്ല കാലത്തിലൂടെ പോയപ്പോൾ കേരളത്തിൽ കെട്ടകാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം കണ്ടുകൂടാതെ പോകാൻ പറ്റുകയില്ല. കാരണം ഏത് രീതിയിലാണെങ്കിലും നമ്മളെ ചവിട്ടിത്താത്തുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നികുതി കൂട്ടിയ വിനത്തിലാണെങ്കിലും ശരി, അത് കറണ്ട് ബില്ല് കൂട്ടിയ രീതിയിലാണെങ്കിലും ശരി, അത് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാ രീതിയിലും സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനതയെ അന്നം മുട്ടിക്കുന്ന രീതിയിലേക്ക് വരെ അവസാനം ചെന്നെത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കുവാനുള്ളത് 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 3ാമതും അധികാരത്തിൽ വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഞങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് കഴിഞ്ഞ 10 വർഷം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് 400 സീറ്റുകൾക്ക് മീതെ നേടുവാൻ എന്നുള്ളതാണ് പറഞ്ഞു തീർക്കുവാനുള്ളത്. അതിനിടെ കോൺഗ്രസ് സുബീഷ് പറയുകയുണ്ടായി, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രാദേശിക സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ നിലവിൽ നാടിനെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാർ ഏത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് BJP വിലയിരുത്തുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിവിടെ ഇടതുപക്ഷവും കോൺഗ്രസും കഴിഞ്ഞ 60 വർഷത്തോളം കാലം കോൺഗ്രസും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷവും ഞങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന വലിയൊരു ആരോപണമാണ്. എന്ത് തരത്തിലും ഞങ്ങളോട് കിടപിടിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് BJP. സുജിത്ത്, നേരത്തെ സുബീഷ് പറയുണ്ടായി, സംസ്ഥാന സർക്കാരിൻ്റെയും പ്രാദേശിക സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ ഏത് തരത്തിൽ അതിനെ പ്രതികരിക്കും? 2 കാര്യമാണ്. ഒന്ന്,
കോൺഗ്രസ്സിന് ഇപ്പോൾ പ്രത്യേകിച്ച് ചെർപ്പളശ്ശേരിയിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കേന്ദ്രം മുതൽ മുനിസിപ്പാലിറ്റി വരെ എളുപ്പത്തിൽ എന്തും പറയാം. എവിടെയും കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയ അധികാരമില്ലാത്തതുകൊണ്ട് എന്തും പറയാം എന്ന നിലയ്ക്കുള്ള ഒരു കേവല ചർച്ചക്കപ്പുറത്തൊന്നും ആയി എന്നൊരു അഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. അദ്ദേഹം തുടങ്ങിയത് തന്നെ ഇനി എന്ത് കിട്ടുമെന്ന തോന്നലിൻ്റെ പുറത്താണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതെന്ന്. അതങ്ങനെ ഒഴുക്കം മട്ടിൽ താളത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല. ഈ രാജ്യം ഈ കോൺഗ്രസ് നീണ്ടകാലം ഭരിക്കുന്ന ഘട്ടത്ത് രാജ്യത്ത് പുരോഗമനമേ ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായം ഇടതുപക്ഷത്തിനില്ല. പക്ഷേ 2004 മുതൽ 2009 വരെയുള്ള കാലം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് 1ാം UPA സർക്കാർ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ കാലവും 2ാം UPAക്ക് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കാനിടയായ സാഹചര്യങ്ങളും രാജ്യത്തെ കോർപ്പറേറ്റ് അനുകൂലമായ നവലിബറൽ നയങ്ങൾ ഏറ്റവും ശക്തിയായി രാജ്യത്ത് അടിച്ചേൽപ്പിച്ച കാലവും ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള കരാറുകൾ ഈ രാജ്യത്തെ സാധാരണക്കാരനായ കർഷകനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സുബീഷിന് വലിയ വേദനയാണ്, ആവലാതിയാണ്. ആ ആസിയാൻ കരാറിൻ്റെ ഉൾപ്പെടെയുള്ള പരിണിത ഫലമായി രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്ന കോർപ്പറേറ്റ് അനുകൂലമായ സാമ്പത്തിക നയങ്ങളുടെ അപ്പോസ്തോലന്മാർ ആയി രാജ്യത്തെ കോൺഗ്രസ് മാറിയപ്പോഴാണ് സാധാരണക്കാരൻ്റെ ജീവിതം ദുരിതപൂർണമായത്. ആരാ പെട്രോളിന് 50 ഉറുപ്പ്യ കൊടുക്കുന്നുള്ള വാഗ്ദാനം കൊടുത്തു എന്നാ? ആരാ പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത്? രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം കൊടുത്ത കോൺഗ്രസ് ഡീസലിൻ്റെ കൂടി കൊടുത്തു എന്നാ BJP വന്നപ്പോൾ. നിങ്ങൾ ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ചെയ്തു, ഇതാ വസ്തുത. ആ വസ്തുത മറച്ചു വെക്കണ്ട. വലിയ അഴിമതിയിലേക്ക് പട്ടാളക്കാരൻ്റെ ജീവിതത്തിലും ശവപ്പെട്ടിയിലും ഉൾപ്പെടെ തൊടാത്ത നൂറായിരം അഴിമതികൾ 2G സ്പെക്ട്രം നമ്മുടെ ഓർമ്മകളിലുണ്ട്, മറവിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. ഈ നാട്ടിൽ തൊട്ടത് മുഴുവൻ അഴിമതിയാക്കി കോൺഗ്രസ് നായ തൊട്ട കലം പോലെ രാഷ്ട്രീയത്തെ, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ, പാർലമെൻറ്റിനെ അങ്ങനെ നശിപ്പിച്ചപ്പോഴാണ് BJPക്ക് കുറേ കൂടി എളുപ്പത്തിൽ എൻട്രി കിട്ടിയത് NDAക്ക്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്നാ. പിന്നെ സംസ്ഥാനത്ത് ഫാസിസാന്നാ. എത്ര എളുപ്പത്തിലാ ഒരു കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞതുകൊണ്ടേ ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ട് എന്നതൊരു പ്രശ്നമാണ്. കേരള സംസ്ഥാനത്ത് ഫാസിസം, ഈ ഫാസിസം എന്ന വാക്കിനെ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുക? RSS ഈ രാജ്യത്ത് അതിൻ്റെ മതാന്തത മുഴുവൻ പ്രയോജനപ്പെടുത്തി അധികാര കേന്ദ്രത്തെ മതമായി പരിണമിച്ച് എല്ലാവിധത്തിലുള്ള ആക്രമണോത്സുകമായ ദ്രംഷ്ടകളും പുറത്തെടുക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു രൂപം വരാനിരിക്കുന്നു. ആ കാലത്ത് നിങ്ങൾ ഏത് വാക്കുപയോഗിച്ച് ഈ നാട്ടിൽ പറയും? എന്താ പിണറായി വിജയൻ്റെ ഫാസിസം? പറയാൻ അങ്ങനെ പറഞ്ഞു പോകുക. ഏതെങ്കിലും നിലക്ക് രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തെ, ഭരണകൂടത്തെ മതത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ, ജോസഫ് മുസോളിനിയുടെ, ലോക ചരിത്രത്തിലുണ്ടായ ഏകാധിപതികളുടെ ഏത് നയത്തെയാണ് നിങ്ങൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റുമായി താരതമ്യപ്പെടുത്തുന്നത്? അങ്ങനെ എളുപ്പം മട്ടിൽ പറഞ്ഞു പോകേണ്ടുന്ന ഒരു വാക്കല്ല ഫാസിസം എന്ന് പറയട്ടെ. നെല്ലിൻ്റെ താങ്ങുവില ഉൾപ്പെടെ പ്രിയപ്പെട്ട സുബീഷെ ഓർക്കണ്ടേ? എത്ര രൂപ? 57,400 കോടി ഉറുപ്പിക ഈ കേരളത്തിന് അവകാശപ്പെട്ടത്. എന്തിനാ ഇന്നലെ വലിയ സമരം? കോൺഗ്രസിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിലൊരു നിലപാട് സുബീഷിനോട് ചോദിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഈ നിലപാടാകില്ല ജില്ലയിൽ പോയ DCCയുടെ നേതാവിന്, അതാകില്ല സംസ്ഥാനത്തെ KPCC പ്രസിഡന്റിന്. ഇപ്പോൾ കേരളം മുട്ടാപ്പോക്ക് ന്യായം പറയാന്നാ സുബീഷ് പറഞ്ഞത്. സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനക്കെതിരായി ഇന്നലെ മിനിഞ്ഞാന്ന് കർണാടക നിയമസഭയിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും, ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ MLA മാരും ജന്തർ മന്ദിറിൽ സമ്മേളിച്ച് നടത്തിയ സമരത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നിലപാടെന്താ? അത് മല്ലികാർജുൻ ഖാർഗെയുടെ അഭിപ്രായമാണോ അതോ വെറും ഡയലോഗ് സതീശൻ്റെ അഭിപ്രായമാണോ? ഇതറിയാൻ ഈ നാടിന് താല്പര്യം ഉണ്ടാകില്ലേ? പഞ്ചാബിലെ മുഖ്യമന്ത്രി, കർണാടക, ഡൽഹിയിലെ മുഖ്യമന്ത്രി, ബംഗാളിൽ മമതാ ബാനർജി, അവിടെ ഈ നാടിനകത്ത് ഈ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരായി വലിയ ഇടപെടൽ പോരാട്ടം രാജ്യത്താകെ നടത്തുക. രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഇടതുപക്ഷം നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക, അഭിവാദ്യം പ്രഖ്യാപിക്കുക, ആ വേദിയിൽ വരിക. അപ്പോഴെങ്കിലും കേരളത്തോട് കാണിക്കുന്നത് അങ്ങനെയല്ലാന്നാ. ഈ ചിറ്റമ്മ നയം എന്ന് കോൺഗ്രസ് അവസാനിപ്പിക്കുന്നു, അന്ന് ഈ നാടിനകത്തെ കോൺഗ്രസ് രക്ഷപ്പെടൂ. ആ അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. അതതിൻ്റെ വിഷയം. ഉച്ചക്കഞ്ഞി കിട്ടിയില്ല, നെല്ലിൻ്റെ താങ്ങുവില കിട്ടിയില്ല, ഇതിൻ്റെയൊക്കെ ഡാറ്റയും കണക്കും വെച്ച് ഞാൻ സംസാരിക്കാട്ടെ. ഒരു പ്രയാസമല്ല. നെല്ലിൻ്റെ താങ്ങുവില എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നമ്മൾ നിൽക്കല്ലേ.
27 രൂപ 80 പൈസയിലധികം കേരളത്തിൽ നെല്ലിൻ്റെ താങ്ങുവിലയുണ്ട്. കേന്ദ്രത്തിൽ അതില്ല. താങ്ങുവില ഇല്ല എന്നാണോ? 28 രൂപ ശരി, ഫ്രാക്ഷനിലാവും മിസ്റ്റേക്ക് ഉണ്ടാവുക. അതിനപ്പുറത്തേക്കില്ലല്ലോ. 28 രൂപയിൽ അധികം 28 രൂപ 20 പൈസ. 20 പൈസ ഉണ്ട്. 28 രൂപ 32 പൈസ. 20 പൈസ. അത് 12 പൈസ കൈകാര്യ ചെലവാ. കൂടുതലാണെന്ന് അഭിപ്രായം ഇല്ലല്ലോ. ശരി, 28, 32. അതിൽ എത്ര രൂപ കേന്ദ്രത്തിന്റെ വിഹിതം? 21 രൂപ 83. ബാക്കി ആരുടെ വിഹിതം? 6.37. ആരുടെ വിഹിതം? സംസ്ഥാന വിഹിതം. ഇത് ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും ഉണ്ടോ? ഇല്ല. അത് കേരളത്തിലാണുള്ളത്. എന്തുകൊണ്ട്? ഈ കേന്ദ്ര വിഹിതം എത്ര മാസം? 660-ലധികം കോടി രൂപ കിട്ടാനുണ്ട്. ധാന്യങ്ങളുടെ താങ്ങുവിലയിൽ കേന്ദ്രത്തിന്റെ വിഹിതം കേരളത്തിന് കുടിശ്ശികയുണ്ടോ? കേരളത്തിലെ കർഷകർക്ക് ഇല്ല. എവിടെ നിന്ന് കൊടുത്തു? ആര് കൊടുത്തു? കേന്ദ്രം നൽകാനുള്ള പണം കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ. 5 മാസത്തെ പെൻഷൻ. ശരിയാണ്, 5 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. വലിയ സങ്കടമുണ്ട്, ഞങ്ങൾക്കൊക്കെ പ്രയാസമുണ്ട്. ആരത് പറയണമെന്നാ പ്രശ്നം. ഞാൻ ആ പറയുന്നതിന്റെ യോഗ്യത വേണമെന്നല്ല കേട്ടോ. 18 മാസത്തെ കുടിശ്ശിക 600 രൂപ ഉണ്ടായിരുന്നത് കൊടുക്കാൻ കുടിശ്ശിക ബാക്കി വെച്ചു പോയ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ തുടർച്ചയിലാണ്. അത് കൊടുത്തു തീർത്തിട്ടാ ഞങ്ങൾ ഇവിടെ 5 മാസം. എപ്പോ? 633 ലക്ഷം. പറയട്ടെ, നിങ്ങൾക്ക് പറയാ 33 ലക്ഷം നിങ്ങൾ കൊടുക്കാനേ ഇല്ല. കാടടച്ച് വെടിവെക്കല്ലേ, 18 മാസത്തിന്റെ തെളിവ് കാണിക്കും. ശരി, എന്നിട്ട് നിങ്ങൾക്ക് പറയാ, നിങ്ങൾ പറയാനുള്ളത് പറയാ. ഈ നാട്ടിൽ 600 രൂപ പെൻഷൻ, 500 ഉണ്ടായിരുന്നത് 100 രൂപ കൂട്ടി 600 ആക്കി കുടിശ്ശിക വെച്ച് പോയ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ തുടർച്ചയിൽ നിങ്ങൾ കൊടുക്കാൻ വെച്ച 18 മാസത്തെ കുടിശ്ശിക തീർത്ത് ഇപ്പൊ വീട്ടിലെത്തിക്കുന്ന ഗവൺമെന്റാ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്. എങ്ങനെയാ അത് പറയാതിരിക്കുക? നിങ്ങൾ എങ്ങനെയാ അത് പറയാൻ കഴിയാ? അത് ഒരു വേള ഇനി 18 ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോ 18 മാസമല്ല നിങ്ങളുടെ വാദം. ഒരു വേള 41 മാസത്തെ വരെ കുടിശ്ശികയായി കേരളത്തിൽ. ഓർമ്മയുണ്ടാ കോൺഗ്രസിന്? ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിക്കുമ്പോ 41 മാസം വരെ കുടിശ്ശികയുണ്ടായി കേരളത്തിൽ. ഉണ്ടായി കുടിശ്ശിക. ആ കുടിശ്ശിക 41 മാസം പെൻഷൻ കൊടുക്കാതെ ഭരിച്ചിരുന്ന ഗവൺമെന്റിന്റെ അനുയായികൾ വന്ന് 5 മാസത്തെ പെൻഷൻ കിട്ടിയില്ല. വിശദമായ എത്ര കാര്യത്തിലേക്ക് പോവാം. അതിന് നേരത്തെ സുബീഷനെ സൂചിപ്പിച്ച നഗരസഭയിലും ഇത്തരം പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. നഗരസഭയിലെ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ അഭിപ്രായം. ഇന്നലെ കൂടി സമരം നടത്തിയെന്നും പ്രവർത്തനങ്ങൾ നടത്തി പകുതിക്ക് അവസാനിപ്പിക്കുക. 2 വാദങ്ങളാണ്, 2 വിമർശനങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. 2 കാര്യം നഗരസഭയെ ബന്ധപ്പെട്ട് 2 കാര്യമാണ് തൊട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്. ഒന്ന്, പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നു എന്നാണ്. ഉദാഹരണങ്ങളൊന്നും അദ്ദേഹം പറയാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറയുന്ന മുറയ്ക്ക് ഞാനത് പറയുകയും ചെയ്യാം. ഇവിടെ ജനപ്രതിനിധികൾ, നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുമല്ലോ. മറ്റൊന്ന് പറഞ്ഞത് നഗരസഭയിൽ ഇന്നലെ കൂടി സമരം നടത്തിയെന്നാണ്. ഇന്നലെ നടത്തിയ സമരം ഞാൻ മനസ്സിലാക്കുന്നത് ഈ നഗരസഭയിലെ ഫണ്ട് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിഭജനത്തിൽ വിവേചനം കാണിച്ചു ഭരണപക്ഷ പ്രതിപക്ഷം. ഇവിടെ 2 പ്രധാനപ്പെട്ട പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തകരുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ UDF മുനിസിപ്പാലിറ്റി ഭരിച്ച കാലത്തെ നിങ്ങളുടെ ഡയറി, നിങ്ങളുടെ ഡിക്ഷണറി, നിങ്ങളുടെ ലൈബ്രറി, വീഡിയോ ലൈബ്രറി ഒന്ന് എടുത്ത് പരിശോധിക്കണം. എൻ്റെ സഹ പാനലിസ്റ്റ് ശ്രീ സുബീഷ് ഉൾപ്പെടെ കൗൺസിലറാണ്. ഇവരുടെ ഒരു വാക്ക് എങ്ങനെയാണെന്നറിയോ? അത്രയേ പറ്റൂ, അത്രയേ തരൂ. 35 കൊല്ലം നിങ്ങൾ ഭരിച്ച് മുടിച്ചപ്പോ ഞങ്ങൾക്ക് ഇതാ കിട്ടിയത്, ഞങ്ങൾ ഇത്രേ തരൂ. ജനാധിപത്യ വിരുദ്ധമായ, സ്വജനപക്ഷപാതിത്വപരമായ വാക്കുകൾ കൗൺസിൽ യോഗത്തിൽ പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ചെറുപ്പളശ്ശേരിയിലെ UDF. ഞങ്ങളുടെ വാദം അതല്ല, തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ഈ നാട്ടിൽ ഫണ്ട് വിനിയോഗിച്ചത്, ഇന്നലെകളിൽ വിനിയോഗിച്ചത്, ഇന്ന് വിനിയോഗിക്കുന്നത് സുസ്ഥിരമായാണ്, സമഭാവനയോടുകൂടിയാണ്. അതുകൊണ്ടാണ് 35 കൊല്ലം ചെറുപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത്
ചെറുപ്പുളശ്ശേരിയുടെ സർവതല സ്പർശിയായി ഗ്രാഗരമെന്ന ഈ നാടിൻ്റെ വികസന മുന്നേറ്റത്തിൽ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിനപ്പുറത്ത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിലെ സുഖം കാക്ഷിക്കുന്ന ഗവൺമെന്റ് ഇടതുപക്ഷം അതിൻ്റെ നയങ്ങൾ 35 വർഷം നടപ്പിലാക്കിയപ്പോഴാണ് ആധുനികവും നവീനവുമായ ചെറുപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് സൂപ്പർ ഗ്രേഡ് പഞ്ചായത്തിൽ നിന്ന് ചെറുപ്പുളശ്ശേരി നഗരസഭയായി പരിണമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ മാറ്റം, ആ മുന്നോട്ട് പോക്ക് ഞങ്ങൾ ഇപ്പോഴും നടത്തും. ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണുമ്പോൾ, സോളാർ ലൈറ്റൊക്കെ നടത്തുമ്പോൾ മറന്നുപോയോ UDFന്റെ 5 കൊല്ലം? ഒരു വാർഡിലേക്ക് എൻ്റെ വ്യക്തിപരമായി എൻ്റെ അമ്മ ആ സമയത്ത് കൗൺസിലറാ, വാർഡുകളിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ചോദിച്ച് പിറകെ നടന്നിട്ടുണ്ട്. അന്ന് ബഹുമാന്യായ ഷൊർണൂരിന്റെ MLA സഖാവ് PK ശശിയ ഒരു 3 സോളാർ ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ കറണ്ട് ബില്ലടക്കാനില്ല എന്ന് പറഞ്ഞ് ആ വികസനത്തെ മുടക്കിയ നഗരസഭയുടെ പ്രതിനിധികളാ ചെറുപ്പുളശ്ശേരിയിലെ കോൺഗ്രസ്. അല്ല, ഈ ബില്ലടക്കാനില്ലാന്ന് സോളാർ അല്ല, ഹൈമാസ് ലൈറ്റ്. ഞാൻ പറഞ്ഞ വാക്ക് ക്ലിയർ ആണ്. തിരുത്താലോ? ഹൈമാസ് ലൈറ്റ് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് വെക്കുന്ന ഹൈമാസ് ലൈറ്റിന്റെ ബില്ലടക്കാനില്ലെന്ന് പറഞ്ഞ് മുടക്കി 3 വട്ടം 3 ഹൈമാസ് ലൈറ്റുകൾ ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ മാറ്റിപ്പറയ്. തിരുത്ത്. സോളാർ പറഞ്ഞത് വാർഡുകളിലേക്ക് സോളാർ ലൈറ്റ് സ്ഥാപിക്കുന്നിടത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ പിറകെ നടന്നു. ഒരു സോളാർ ലൈറ്റിന് വേണ്ടി കൊടുത്തിട്ടില്ല. UDF ഭരിച്ച കാലത്ത് ഈ നഗരസഭയിൽ സോളാർ ലൈറ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയിലും സ്വജനപക്ഷപാതിത്വം കാണിച്ചവരാ. ഇപ്പൊ സ്വജനപക്ഷപാതം LDF മാത്രമല്ല, നേരത്തെ UDFും ചെയ്തിരുന്നു എന്നുള്ളത് സോളാർ ലൈറ്റിന്റെയും അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റിന്റെയും പറയും. ആദ്യം നമ്മുടെ BJP സുഹൃത്ത് പറഞ്ഞു 60 വർഷം ഇന്ത്യ രാജ്യത്തെ പിന്നോട്ടടിച്ച കോൺഗ്രസിന്റെ ഭരണകാലമെന്ന്. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കടിച്ചു തുപ്പി കരിമ്പ് ചണ്ടി പോലുള്ള ഇന്ത്യയെ ഇന്ന് കാണുന്ന ഈ ഇന്ത്യയാക്കി ഉയർത്തിയതും കോൺഗ്രസ്സാണ്. ഇന്ന് നിങ്ങൾ പൊതുമേഖലാ സ്ഥാപനം, നവരത്ന കമ്പനികൾ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എയർപോർട്ടുകൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ പൊതുമുതൽ വിത്ത് കുത്തി തിന്നുന്ന സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറി. അതിന് നിങ്ങൾക്ക് ഈ ആസ്തി ഉണ്ടാക്കി തന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ബഹുമാനായ BJP പ്രതിനിധിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ സുഹൃത്ത് പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ UPA പ്രകടന പത്രിക ഇറക്കിയിരുന്നു. അതിലന്ന് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഇടതുപക്ഷം ജയിച്ചാൽ ഇടതുപക്ഷ പാർലമെന്റ് മെമ്പർമാർ എന്ത് ചെയ്യണമെന്ന് AKG സെന്ററിൽ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ പ്രകടന പത്രികയിൽ സോണിയാഗാന്ധി എഴുതി ചേർത്ത ഇന്ത്യയിലെ ഓരോ പൗരനും തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുമെന്ന്. അത് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ ആ ബാക്ക് ബെഞ്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ദുരുപയോഗം ചെയ്തത് നിങ്ങളാണെന്നുള്ളതും ശരിയാണ്. പിന്നെ ഫാസിസം, ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ. ഒരു സമരം ചെയ്ത് വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സമരം ചെയ്യുന്ന ഏതോ ആളുകളുടെ പ്രതിപക്ഷ കക്ഷികളെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന സമീപനം. കുറേ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് DYFIക്കാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. പൊതുമുതലുകൾ പൊതുസമൂഹത്തിൽ തല്ലി നശിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പറഞ്ഞാൽ DYFIക്കാരായിരിക്കും. അത്തരത്തിൽ പിണറായി വിജയൻ്റെ ഭരണകൂട ഭീകരത, അത്തരത്തിലുള്ള ഫാസിസം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മൃദു സമീപനം BJPയോട് ഉണ്ട് എന്ന് ഞാൻ ആലോചിച്ചതിന് മറുപടി പറയാനോ അതിനെക്കുറിച്ച് പരാമർശിക്കാനോ എൻ്റെ ഇടതുപക്ഷ സഹയാത്രികൻ തയ്യാറായില്ല. ഞങ്ങളുടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ട് ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ ഒരു ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ നേരം പുലരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. ഒരു പ്രതിഷേധ സമരം നടത്തിയതിൻ്റെ പേരിലാണ്. നമുക്കറിയാം, ഹവാല പണമിടപാടുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ ഒരു നോട്ടീസ് അയച്ചു വിളിപ്പിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനു പറയണു? RSSന്റെ സംഘചാലക് മോഹൻ ഭഗത്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത മോഹൻ ഭഗത് പാലക്കാട് ജില്ലയിൽ വന്ന് സർക്കാർ നിയന്ത്രിത സ്കൂളിൽ ഒരു സ്വാതന്ത്ര്യദിനത്തിന് ദേശീയ പതാക ഉയർത്തിയാൽ കൂളായിട്ട് ഇവിടുത്തെ ഡൽഹിക്ക് പോയി. കസബ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടാൻ കഴിഞ്ഞോ പിണറായി വിജയന്? സംഘപരിവാറിൻ്റെ ചാരൻ, നിയമസഭയ്ക്കകത്തുള്ള ചാരൻ, കേരള ഗവർണർ, ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. ഇയാളെ കേരളത്തിലേക്ക് ആദ്യം എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നിങ്ങളാ. സമയക്കുറവുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. മുതലക്കുളം മൈതാനിയിൽ ആദ്യം കൊടുത്ത് പ്രസംഗിച്ചത് നിങ്ങളാ.
സമയം തരികയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അല്ല, നേരത്തെ ഗുരുതര ആക്ഷേപം ഉന്നയിച്ചിട്ട് നഗരസഭാ കൗൺസിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ആ കാര്യങ്ങൾ പെട്ടെന്ന് പറയും. എല്ലാത്തിനും മറുപടി മുമ്പിൽ പരാമർശിച്ച പോയതിനെ കുറിച്ച് ഞാനൊന്ന് മറുപടി, പെൻഷൻ ഉൾപ്പെടെ എനിക്ക് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ BJP-യോട് മൃദു സമീപനവും പിണറായി വിജയൻ മറ്റു പ്രതിപക്ഷ പാർട്ടിയോട്, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവരോട് മൃഗീയമായ ഭരണകൂട ഭീകരതയും കാണിക്കുന്നത് കേരളത്തിലുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ പറഞ്ഞു പെൻഷൻ. ഇന്ത്യ രാജ്യത്ത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി പെട്രോളിനും ഡീസലിനും സെസ്, ഒരു വിഭവത്തിൻ്റെ മുകളിലും സെസ് പിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരള സംസ്ഥാനമാണ്, ചരിത്രത്തിൽ ആദ്യമായി. ആ സംസ്ഥാനത്ത് ഞാനും നിങ്ങളും ഒരു ദിവസം 4 രൂപ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. 2 ലിറ്റർ പെട്രോൾ അടിക്കുന്നവരാണ് നമ്മളൊക്കെ, ഒരു വീട്ടിൽ നിന്ന് 2 വണ്ടി പോയാൽ. എന്നിട്ട് പോലും 5 മാസം ചരിത്രത്തിൽ കേരളത്തിൽ 5 മാസത്തെ ഡിലേ വന്നിട്ടില്ല. 18 മാസം എന്ന് പിണറായി വിജയൻ, ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസം എന്നാണ് എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറയാം. കേരള നിയമസഭാ സമ്മേളനം 14-ാം നിയമസഭ 5-ാം സമ്മേളനം, നിയമസഭയിലെ ചോദ്യം, നക്ഷത്ര ചിഹ്നം ഇതാത്ത ചോദ്യം നമ്പർ 371 സഖാവ് എഴുതി വെച്ചോ. 26/4/2017 ഡേറ്റ്. ധനകാര്യമന്ത്രി തോമസ് ഐസൻകോട് M. സ്വരാജ് MLA ചോദിച്ചതാ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, ബഹുമാനായ ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഒഴിയുമ്പോൾ ക്ഷേമ പെൻഷനുകളായ വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അവിവാഹിതയായ വിധവാ പെൻഷൻ എന്നിവ എത്ര മാസത്തെ കുടിശ്ശികയുണ്ട് വിതരണം ചെയ്യാനെന്ന്. അതിന് അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ്, രേഖയാണ്, നമ്പർ വെച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ നിയമസഭയുടെ സഭാരേഖയിൽ പരിശോധിച്ചാൽ കിട്ടും. 2014 നവംബർ മുതൽ, അതായത് 2014 നവംബർ മാസം തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ്, മുതൽ 2015 ജനുവരി വരെ, നിങ്ങൾ 12-24 കണക്കൂട്ടി, കാരണം 2014 2015 2 കൊല്ലത്തെയല്ലോ. 2014 നവംബർ, ഡിസംബർ, 2015 ജനുവരി 3 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിട്ടില്ല എന്ന് കാണുന്നു. കാരണം 2015 ഫെബ്രുവരി വരെയുള്ളത് ബാങ്കിലേക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും DBT സെല്ലിൽ ചില സാങ്കേതിക തകരാർ കാരണം വരവ് വെച്ചതായി കാണുന്നില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ല, 30 മാസം ഇത് ഞാൻ ചോദിക്കട്ടെ, 5 മാസത്തെ കുടിശ്ശിക, 5 മാസത്തെ 30 മാസത്തെ കുടിശ്ശികയില്ല പിണറായി വിജയൻ. ഞാൻ ഇത് രേഖ വെച്ചാ പറഞ്ഞത്. ഇത് ഡോക്ടർ തോമസ് ഐസക് ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം നിഷേധിച്ച ഒരു ചർച്ചയും കൂടി വെക്കണം, നമുക്ക് വീണ്ടും വെക്കാം. ഇവിടെ 2014 നവംബർ മുതൽ 2015 ജനുവരി, ഞാൻ പറഞ്ഞല്ല, തോമസ് ഐസക് പറഞ്ഞ രേഖയാണ്, സഭ രേഖയാണ്. 2000 അല്ല, പെരുമാറ്റം തോമസ് ഐസക് പറഞ്ഞ നിങ്ങൾ രേഖ പരിശോധിക്ക്. ഞാൻ പറഞ്ഞല്ല, തോമസ് ഐസക് പറഞ്ഞതാ. തോമസ് ഇത് ചോദിക്കുന്നത്, ഇത് ചോദിക്കുന്ന ഡേറ്റും ശ്രദ്ധ. അല്ല, എന്നാ തെരഞ്ഞെടുപ്പ് നടന്നേ? 2014 ഞാൻ ആദ്യം പറഞ്ഞു 4-ാം മാസം 2017. ഇത് ഞാൻ മറുപടി പറയട്ടെ. ഇത് 2015 ചോദിച്ച ചോദ്യം, തീയതി 26/4/2017 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ചോദിച്ചത് 2017 അല്ല. അപ്പൊ അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 500 രൂപയിൽ നിന്ന് 100 രൂപ കൂട്ടിയിട്ട് 600 രൂപയ്ക്ക് അന്ന് 1800 രൂപ ഒരു വ്യക്തി പെൻഷൻ വാങ്ങിയിരുന്നു. എങ്ങനെയെന്നല്ലേ? 600 രൂപ പെൻഷൻ. അയാൾക്ക് വികലാംഗ പെൻഷൻ ഉണ്ടെങ്കിൽ അത് ലഭിച്ചിരുന്നു, വിധവാ പെൻഷൻ ഉണ്ടെങ്കിൽ അത് ലഭിച്ചിരുന്നു, മറ്റേതെങ്കിലും തൊഴിലാളി ക്ഷേമനിധി അടച്ച പെൻഷൻ ഉണ്ടെങ്കിൽ അത് ലഭിച്ചിരുന്നു. അല്ല, 3 ലഭിച്ചിരുന്നു. അല്ല, വികലാംഗ പെൻഷൻ അഗതികൾക്ക് പെൻഷൻ കൊടുക്കുന്ന അഗതികൾക്ക് അല്ലല്ല 30 പെൻഷൻ കൊടുത്തതിന്റെ കണക്കാൻ പറഞ്ഞത്. അച്യുതാനന്ദൻ സർക്കാർ കൊടുത്തിരുന്നത് 15 ലക്ഷം, ഉമ്മൻചാണ്ടി സർക്കാർ 38 ഇല്ല 35 ലക്ഷം, പിണറായി സർക്കാർ ഏകദേശം 63 ലക്ഷം. നമ്മൾ ആക്ഷേപം വേണ്ട. വന്നത് 1800 രൂപ പെൻഷനായിരുന്നു. അതിൽ 60 വയസ്സ് 70 വയസ്സ് കഴിഞ്ഞ വിധവാ പെൻഷൻ 1500 രൂപയായിരുന്നു. ഒരു പെൻഷനെ ഒരാൾക്ക് എന്നുള്ളൂ.
ഞാൻ പ്രിയ സുഹൃത്തേ, ഞാൻ ഒരു കാര്യം പറയാം. ജനസഭയിൽ രണ്ട് ഞങ്ങൾക്കും കാലത്തും പറയാനുണ്ട്. കൊടുത്ത പെൻഷന്റെ തുക ഒരു മിനിറ്റ്. സാങ്കേതികത്വമൊന്നും വേണ്ട, സാങ്കേതികത്വമൊന്നും വേണ്ട. ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്ത പെൻഷൻ തുക, പിണറായി വിജയൻ കാലത്ത് കൊടുത്ത പെൻഷൻ തുക താരതമ്യപ്പെടുത്തുന്നുണ്ടോ? 1800 രൂപ പെൻഷൻ വാങ്ങിയിരുന്നവർ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്ത പെൻഷൻ, പിണറായി വിജയൻ കാലത്തെ പെൻഷൻ ആ ചോദ്യം കൂടി വെക്കും. സുബീഷ്, ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഈ അഗതി വിധവ കർഷക തൊഴിലാളി തൊട്ടിട്ട് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ നൽകിയത് കോൺഗ്രസ് ആണോ? പെൻഷൻ നൽകിയത് നയനാര. അന്ന് സുബീഷിന്റെ നേതാവ് അവിടെ ഇരുന്ന് പറഞ്ഞു, അത് ഈ പെൻഷൻ കൊടുക്കുന്ന കാശ് അവര് കള്ളു കുടിക്കുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു കള്ളും കുടിച്ചോട്ടെ, മരുന്നും വാങ്ങിക്കോട്ടെ, ഇത് മുഴുവൻ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ധൂർത്താണ് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ നേതാവ്. എന്നിട്ട് അധികാരത്തിൽ വന്നു. അധികാരത്തിൽ 45 തൊട്ട് ഇന്ന് 1600, 5 കൊല്ലം 2011 തൊട്ട് 2016 വരെ നിങ്ങളുടെ നേതാവ് നായ നിറങ്ങി ഭരിച്ചില്ലേ? 100 രൂപയല്ലുള്ളൂ കൂട്ടിയത്, വെറും 100 രൂപ. കേക്ക് അത് മാത്രല്ല, അന്ന് 22 ലക്ഷം ആണെങ്കിൽ നിക്കട്ടെ ഇനി ഈ കേക്ക് 22 ലക്ഷമാണ് കൊടുത്തെങ്കിൽ അഭിമാനത്തോടു കൂടി പറയാ 65 ലക്ഷം രൂപ 1600 വെച്ചിട്ട് വീട്ടിലെത്തിക്കുന്നു. കൊടുക്കാത്തതിന്റെ സ്ഥിതി ബി ജെ പി ഈ നേതാവിന്റെ ഭരണത്തിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ്. അതിനാണ് ഇന്നലെ പോയിട്ട് സമരം ചെയ്തത്. മനസ്സിലാക്കി, ആദ്യം മനസ്സിലാക്കി. ചോദ്യം 1800 പെൻഷൻ വാങ്ങുന്ന ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഒരു സംശയം വാർദ്ധക്യകാല പെൻഷന്റെ മുഴുവൻ പേരൊന്ന് പറയാൻ കഴിയോ? എന്താണ് നമ്മുടെ വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ നായനാരാണ്? നിങ്ങളുടെ വാദത്തിന് അങ്ങേറ്റു. വാർദ്ധക്യകാല പേര് ആർക്കെങ്കിലും ഒന്ന് അറിയിക്കും, ഒന്ന് എണീറ്റെന്ന് പറയോ? എന്തിനാ ഇതിൽ നിൽക്കണത്? അതൊന്നും വിഷയമല്ല. വാർദ്ധക്യകാല പെൻഷൻ നായനാർ ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടോ? അല്ല, ഇന്ദിരാഗാന്ധിയുടെ പേര് നായനാരിട്ടോ? അതാ ചോദ്യം. ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ന് പെൻഷൻ വീട്ടിൽ വരുന്നത്. പിന്നെ 50 ലക്ഷം പേർക്ക് കൊടുക്കുന്ന 7 കൊല്ലം പിണറായി വിജയൻ, ഇത് അഗതികൾക്ക് കൊടുക്കുന്ന പെൻഷനാണ്. ഒന്ന് ഇതിൽ ആലോചിക്കണം. 7 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചപ്പോ 50 ലക്ഷത്തിലേക്ക് എത്തി എന്ന് നമ്മുടെ പ്രിയ സഖാവ് സാക്ഷ്യപ്പെടുത്തി. എന്തായാലും ആ ഒരു അവസരം ഇന്ദിരാഗാന്ധി ഇല്ല, ഇപ്പൊ മഹാത്മാഗാന്ധി തന്നെ ഇല്ലാതാക്കണം. അത് ഓർത്തോ? അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നാടിന്റെ സ്ഥിതി. ഗാന്ധി തന്നെ പോകുന്നു. അടുത്തുള്ള നേതാവിന്റെ എന്ന് വിളിച്ച നിങ്ങൾ എന്നാ മഹാത്മാഗാന്ധിയെ ബഹുമാനിക്കൽ തുടങ്ങി? എന്തായാലും നിങ്ങൾ മറന്നത്ര ഞങ്ങൾ മറന്നിട്ടില്ല. അല്ല, ഞങ്ങൾ മഹാത്മാഗാന്ധി മറന്നതുപോലെ കോൺഗ്രസിന് നേതൃത്വം അതപതിച്ചിട്ടില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവിടുന്ന് ചോദ്യങ്ങൾ വരാനുണ്ട്. നഗരസഭയിലേക്ക് വരാം. നമുക്ക് നഗരസഭയ്ക്ക് എന്താണ് ഒരു വികസന പദ്ധതി ഉള്ളത്? നമ്മൾ ഈ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ വികസനത്തിന്റെ ഒരു രക്തസാക്ഷിയാണ്. 1 കോടി രൂപ ചെർപ്പശ്ശേരിയിലെ നികുതി പണം, ചെർപ്പശ്ശേരി നഗരസഭ 1 കോടി രൂപ ചെലവാക്കിയത്. ഞങ്ങള് ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ചെയ്തില്ലാന്നായിരുന്നു ഇവരുടെ ആക്ഷേപം. അല്ല, കഴിഞ്ഞ 5 വർഷം ഭരിക്കുമ്പോ ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നോ? ഈ ആദ്യഘട്ടം ഇതിന്റെ മെറ്റലിംഗ് ചെയ്ത് കഴിഞ്ഞ ഭരണസമിതിയാ. എന്നിട്ട് ഞങ്ങൾ KURDFC, കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, കേരളത്തിലെ സർക്കാരിന്റെ ഏജൻസിയാണ്, നന്നായിട്ട് ചെയ്യുന്ന ഏജൻസിയാണ്. അവരുമായി ഞങ്ങൾ ചർച്ച നടത്തി. ബഹുമാനപ്പെട്ട MLA ഉണ്ടായിരുന്നു ഒന്ന്. ഞങ്ങൾ ചർച്ച നടത്തി. RTA, ഇന്നത്തെ ചെയർമാൻ അറിയില്ല, എനിക്കത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ കേട്ടില്ലേ? എനിക്കത് അറിയില്ലായിരുന്നു പറഞ്ഞു. ചെയർമാൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. RTA, റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് നിങ്ങൾ ബസ്സുകാരോട് പറഞ്ഞു. മമ്മിക്കുട്ടി MLA പറഞ്ഞു, ബസ് കയറില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നു. ഈ ചാനലിന് അഭിമുഖം കൊടുത്ത് ഇവിടെ ജയിലുണ്ടല്ലോ. ബസ് കയറില്ലെങ്കിൽ കേസ് കൊടുക്കും. എത്ര ബസ്സിന്റെ പേരിൽ കേസ് കൊടുത്തു? ഒരു MLA പറയുമ്പോൾ അതിനൊരു ആധികാരികത വേണ്ടേ? ഞാനും നിങ്ങളൊക്കെ റോഡ് സൈഡിൽ നിന്ന് പറഞ്ഞവരെ ജനപ്രതിനിധിക്ക് പറയാൻ കഴിയുമോ? RTAയുടെ അംഗീകാരം ഈ ബസ് സ്റ്റാൻഡിനില്ല. എന്താ കാരണം എന്നറിയോ? ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോയതാ. ഞങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണിത്. ഇത് കാരണം CPM-ന്റെ ചക്കുളത്തി പോരിന്റെ ബാക്കി പത്രമാണിത്. അത് ഞാൻ വേണമെങ്കിൽ വേറെ 2 നോട്ടീസ് അടിച്ച കഥയൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇത് കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് MLA ഉണ്ടായിരുന്നു. അപ്പോഴാണ് RTA ഇതിന് അംഗീകാരം തരാൻ കഴിയില്ല. കാരണം
ഒരു ബസ് സ്റ്റാൻഡ് ആവണമെങ്കിൽ ബസ്സിന് ഇൻ ഔട്ട് വേണം. അതായത് കയറുന്നതിനൊരു വഴിയും ഇറങ്ങുന്നതിനൊരു വഴിയുള്ള ബസ് സ്റ്റാൻഡ് മാത്രമേ ബസ് സ്റ്റാൻഡായി RTA അംഗീകരിക്കുള്ളൂ. RTA അംഗീകരിക്കാത്ത ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി 2 ബസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പോലും കിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉള്ളവർക്ക് താമസമല്ലായിരിക്കും. ഉദ്ഘാടനം ചെയ്ത ആൾ അത്യാവശ്യം നമ്മളൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ആൾതാമസം തലയിലുണ്ടെന്നാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത് ആലോചിക്കണ്ടേ, എന്താണ് ഇതിന് അംഗീകാരം ഉണ്ടോ ചിന്തിക്കണ്ടേ. ഇക്കത് അറിയില്ലായിരുന്നു പറഞ്ഞ ചെയർമാൻ പറഞ്ഞു, ചാനലിനോടാ പറഞ്ഞു, നമ്മളോട് ആരും സ്വകാര്യതയിലല്ല പറഞ്ഞു. ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ടേക്ക് എ ബ്രേക്ക്. ചെറുപ്പശ്ശേരി നഗരസഭ ചെയ്ത 2 വികസന പൊതുവികസനം. ടേക്ക് എ ബ്രേക്കിന്റെ സ്ഥിതി ആർക്കെങ്കിലും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്താ ടേക്ക് എ ബ്രേക്ക്? എവിടെ തുടങ്ങിയത്? അമ്പല കമ്മിറ്റിയുടെ മുറ്റത്താ തുടങ്ങിയത്. അതില് സെക്രട്ടറിയുമായിട്ട് അമ്പല കമ്മിറ്റിക്കാരൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ ശൗചാലയം നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ടേക്ക് എ ബ്രേക്ക്. പൊതു ഇടം എന്ന് പറഞ്ഞാൽ അമ്പലപ്പറമ്പ് പൊതു ഇട, അത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലല്ലേ. ചെറുപ്പശ്ശേരിയിലെ നികുതിപ്പണം ചെലവാക്കുമ്പോൾ, ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസ്ലിമിന്റെയും നികുതിപ്പണം ചെലവാക്കുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഒരർത്ഥശങ്കയ്ക്കും വകയില്ലാതെ കടന്നു ചെല്ലാൻ ഓരോ പൗരനും കഴിയോ? എന്തേ പറഞ്ഞ് ഹിന്ദു ഐക്യവേദി ഉറപ്പല്ലേ അമ്പല കമ്മിറ്റിയിൽ ചെന്ന് അവരൊക്കെ ഇളകുന്നുള്ളത്? ഒരു അവസരം നോക്കി വർഗീയത ചീത്തുപ്പുന്ന ഹിന്ദു ഐക്യവേദി RSS ഉൾപ്പെടെയുള്ള അവസരം കിട്ടിയാൽ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമീപനമാണ് നഗരസഭ സ്വീകരിച്ച്. ഹൈക്കോടതി പോയി ശക്തമായ അഡ്വക്കേറ്റ് പാനൽ, ദന്തവാണി അസോസിയേറ്റ് ഉൾപ്പെടെയുള്ള നഗരസഭയുടെ ശക്തമായ വക്കീൽ പാനലുണ്ട്. എന്തേ പറഞ്ഞ് MP രാജേഷിനോട് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രിയോട് അവിടെ വെച്ച ബോർഡും കൂടി ഊരിയിട്ട് പോകാനാ പറഞ്ഞു. അല്ലേ? ഇങ്ങനെയാണോ നികുതി പണം ചെറുപ്പശ്ശേരി നഗരസഭ ചെലവാക്കേണ്ടത്? ഇത് രണ്ടുമാണ് പറയാം. പിന്നെ ഇതാണ് ചെറുപ്പശ്ശേരി നഗരസഭയുടെ കാണപ്പെടുന്ന ഒരു മറുപടി രണ്ട് കാര്യങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട്. എൻ്റെ കയ്യിലുള്ളതേ 2015 UDF ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി അടിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. ഇതിലെ 6-ാമത്തെയോ 7-ാമത്തെയോ പോയിന്റ്, ചെറുപ്പശ്ശേരിയിലെ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന 1. 2, ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വർഷത്തെയും വാർഷിക ബജറ്റിൽ ചെറുപ്പശ്ശേരി നഗരസഭ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് പണം മാറ്റിവെച്ചു. 5 കൊല്ലം ഇവിടെ ഒരു വ്യക്തി സൗജന്യമായി തന്ന ഈ ഭൂമിയിൽ ഒരു കല്ല് കയറ്റിവെക്കാൻ, പൊന്തവെട്ടാൻ, നേരെ ഇടപെട്ട് നടപ്പിലാക്കാൻ നിങ്ങളിപ്പോ എന്താ മെറ്റൽ കൊടുന്ന് തട്ടിയെന്നാ പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യം വന്നില്ലേ? ഇപ്പോ ഒരു കാര്യം, എല്ലാ ഉത്തരവാദിത്തത്തോടും കൂടി ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ പ്രതിനിധി പറയുന്നു, ചെറുപ്പശ്ശേരി അനുദിനം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പട്ടണമായി രൂപപ്പെടുകയാണ്. ഈ ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡ്, നിലവിലെ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ പരിമിതി വളരെ പ്രകടമാണ്. ഈ പുതിയ സഖാവ് P. രാമകൃഷ്ണന്റെ നാമധേയത്തിൽ വന്നിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഈ ചെറുപ്പശ്ശേരിയിൽ വാഹനം കയറും. ആ ബസ്സിൽ നിങ്ങളെല്ലാം യാത്ര ചെയ്യും. ഒരു തർക്കവും ഏതൊരു സിസ്റ്റത്തിലും പുതുതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക റിപ്പൽഷൻ ചെറുപ്പശ്ശേരിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബിൽഡിങ്ങിന്റെ ഉൾപ്പെടെയുള്ള പുതിയ കെട്ടിടം പണിയും ഒക്കെ നാം ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ കിണറിന്റെ അവിടെ ഇങ്ങോട്ട് കയറാനുള്ള വഴിയിലേക്കുള്ള ചെറിയ തടസ്സം ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അവിടുത്തെ ടെൻഡർ നടപടി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അതിന്റെ സ്ലാബ് ഉൾപ്പെടെ ഇട്ടതിന് ശേഷം ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെറുപ്പശ്ശേരിയിലെ മനുഷ്യർക്കുണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയവും ഈ നാട്ടിലെ UDF-ന് ഉണ്ടാകേണ്ടതില്ല. മറ്റൊന്ന് ടേക്ക് എ ബ്രേക്കാ. കാവട്ടത് അമ്പലത്തിന്റെ ഉള്ളിൽ അയ്യപ്പൻകാവ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാടിനകത്തെ മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പൻകാവ്, ആ ടേക്ക് എ ബ്രേക്ക് പൊളിച്ചു കളയാനാണ് ഉത്തരവുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ആ ടേക്ക് എ ബ്രേക്ക് മനുഷ്യർ ഉപയോഗിക്കുന്നില്ലേ? ആ ടേക്ക് അയ്യപ്പൻകാവിൽ, ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിൽ അവിടെ പോകുന്ന വിശ്വാസികളായ മനുഷ്യർക്ക് നല്ലൊരു സൗകര്യം ആ അമ്പലത്തിൽ യൂറിൻ പാസ് സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ചെറുപ്പശ്ശേരി നഗരസഭയിൽ മാത്രമാണോ ദേവസ്വം ബോർഡായിട്ട് ടെൻഡർ ഉള്ളത്, എഗ്രിമെന്റ് ഉള്ളത്? ഹൈക്കോടതി പറഞ്ഞതാണ് ഇവിടെ അത് തിരുത്തേണ്ടതുണ്ട്. ടേക്ക് എ ബ്രേക്ക് സംവിധാനം
അമ്പലങ്ങളെയും സംരക്ഷിക്കും, പള്ളികളെയും സംരക്ഷിക്കും. ഒരു തർക്കം വേണ്ട. എല്ലാവർക്കും ഉപയോഗിക്കാം. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ആദർശം ഉപയോഗിക്കാം. ഈ നാടിനകത്ത് ആദർശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദർശം മൂത്രം മതേതരത്വത്തെ ഒഴിക്കാം. സംരക്ഷിക്കാൻ വേണ്ടി ആദർശം അമ്പലത്തിന് കെട്ടിക്കൊടുക്കും. അല്ല അവിടെ പോയി കിടന്നുറങ്ങ്. അല്ല പറയട്ടെ അല്ല പറയട്ടെ പറയട്ടെ DYFI ബ്ലോക്ക് സെക്രട്ടറി അതിന് മുമ്പിൽ പ്രതിരോധം തീർക്കാൻ അല്ല പറയട്ടെ DYFI ഉണ്ടാവും. പറയട്ടെ ഇവിടെ അല്ല ഇവിടെ പറയട്ടെ നികുതിപ്പണം എന്റെയും ഷമീജിന്റെയും നികുതിപ്പണം ചെലവാക്കുന്ന അർത്ഥശങ്കയ്ക്ക് വഴിയില്ല. തീർച്ചയായും എന്താ സംശയം? ഇനിയും കെട്ടിക്കൊടുക്കും. ഹിന്ദു ഐക്യ ഇനിയും കെട്ടിക്കൊടുക്കും. ഹിന്ദു ഐക്യ പറഞ്ഞോട്ടെ. അല്ല പറയട്ടെ അല്ല ഹിന്ദു ഐക്യവേദിയല്ല. നഗരസഭയുടെ ബോർഡ് ഒഴിക്കാൻ ബഹുമാനപ്പെട്ട ഹിന്ദു ഐക്യവേദിയല്ല. അതിന്റെ അപ്പുറത്തെ സംഘടന ഉണ്ടാകും. അതിന് മറുപടി ബഹുമാനപ്പെട്ട കോടതി അതിന്റെ ബോർഡ് പറയട്ടെ. മറുപടി പറയട്ടെ അല്ല അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. അല്ല അയാൾ പറഞ്ഞോട്ടെ. പറയട്ടെ അല്ല പറയട്ടെ ഇവിടെ ഹിന്ദു ഐക്യവേദിയല്ല. ഏത് മതത്തിന്റെ കീഴിലുള്ള ഏത് സംഘടനയാണ് വന്നാലും ഇവിടെ നമ്മുടെ നാടിനകത്ത് മതേതരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല പറയട്ടെ, ഇവിടെ ഹിന്ദു ഐക്യവേദിയല്ല. ഏത് സംഘടന വന്നാലും ഇവിടെ പള്ളികൾ സംരക്ഷിക്കും, അമ്പലങ്ങൾ സംരക്ഷിക്കും. പള്ളിയായാലും അമ്പലമാണെങ്കിലും അവർക്ക് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കും. എന്താ സംശയം? ഇവിടെ ഇവിടെ മലബാറിലെ ശബരിമല എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പശ്ശേരിയിലെ അയ്യപ്പൻകാവ് വസ്തുതയിൽ നിന്നിട്ട് സംസാരിക്കണേ. രണ്ടാമത് പറഞ്ഞു ഞാൻ പറയട്ടെ, രണ്ട് ചോദ്യം പറഞ്ഞു. രണ്ട് ചോദ്യം മറുപടി. രണ്ടാമത് ചെറുപ്പശ്ശേരിയില് ഈ ബസ് സ്റ്റാൻഡല്ല, ഇതിന് മുൻപ് അധികാരമല്ല. കാരണം പ്രതിപക്ഷ ആളുകൾ ആദ്യം എതിർക്കേണ്ടതാണത്. ഞങ്ങൾ പറയുന്നത് അമ്പലത്തിലായാലും പള്ളിയിലായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടോയ്ലറ്റ് വേണ്ട എന്നുള്ളതല്ല. അല്ലല്ല ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നവരെ കോൺഗ്രസ് എവിടെ, BJP എവിടെ? ഇങ്ങനത്തെ താല്പര്യമുണ്ട്. ഞങ്ങൾ ഇവിടെ ശബരിമലയില് എയർപോർട്ട് വേണ്ടി പോവാ. ശബരിമലയില് വിമാനത്താവളം കൊണ്ടുവരാണ്ടി പോവാ സർക്കാർ. വിമാനത്താവളം ശബരിമലയിൽ വിമാനത്താവളം കൊണ്ടുവരാണ്ടി പോവാ സർക്കാർ. എന്താ പറയുന്നത്? അത് നാടിന്റെ വികസനമാണ്. എന്നിട്ട് 57 ശബരിമലയിലെ വിമാനത്താവളം ഇന്ന് നിലവിൽ എന്താ വിധി? പൊളിക്കാൻ പറഞ്ഞോ? ഇത് എല്ലാ ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. അല്ലാതെ പൊളിക്കലല്ല. അത് പൊളിക്കലല്ല. അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഇവിടെ സംരക്ഷിക്കപ്പെടും. അത് നാടിന്റെ ആവശ്യമാണ്. മുനിസിപ്പൽ കൗൺസിലിലെ UDFന്റെ കൗൺസിലർമാരുടെ വിയോജിപ്പ് എവിടെ? ഇപ്പൊ ഇങ്ങനെ യോഗം കിട്ടി മൈക്ക് കിട്ടിയപ്പോഴാ പൊതുയോഗ പ്രസംഗം നടത്തുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൗൺസിൽ ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയെ രണ്ട് കൗൺസിലർമാര് BJPക്കുണ്ട്. കാവുവട്ടത്ത് അയ്യപ്പൻകാവ് നിൽക്കുന്ന പ്രദേശത്തുണ്ട്. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ നടത്തിയ വിയോജിപ്പ് മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിലെ ടേക്ക് ബ്രേക്ക് മാധ്യമങ്ങളിൽ നോക്കിയാൽ കാണാം. എന്തുകൊണ്ടാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്തുകൊണ്ടാണ് അതിനെതിരായി കൊണ്ട് കോടതിയിൽ പോകാത്തത്? ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധികാരിയാണല്ലോ ഇതിനു വേണ്ടിയിട്ട് ഹൈക്കോടതി പോയത്. എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, ഇത്ര ബുദ്ധിയില്ലാത്ത ആളുകളാണോ ചെറുപ്പശ്ശേരി നഗരസഭ ഭരിക്കുന്നത്? ആണോ? അവർക്കറിയില്ല ക്ഷേത്രഭൂമിയിലാണ്
ക്ഷേത്രഭൂമിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് വരുന്നത് എന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധി പോലും ചെർപ്പുളശ്ശേരി നഗരസഭയിലെ ആളുകൾക്കില്ലേ? അല്ലെങ്കിൽ ഇടതുപക്ഷ സഖാക്കന്മാർക്കില്ലേ? ഒരു കാര്യം സുഹൃത്തെ, ഞങ്ങളത് എതിർത്തതാണ്. ഈ മാധ്യമങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകുമല്ലോ ഞങ്ങളതിൽ അമ്പല കമ്മിറ്റിയാണല്ലോ. താങ്കൾ ജയിച്ചു വന്ന് കച്ചേരി കുന്നത്താണ്. അല്ല, ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, BJP നേതാവ് പറഞ്ഞല്ലോ, ബുദ്ധിയില്ലാത്തവരാണ്. ഞങ്ങളുടെ ബുദ്ധി ഉണ്ടാവേണ്ടത് മാത്രമാണ്. കേരളം ഇപ്പോഴും ഒരു BJP എന്നുള്ള ഫാസിസത്തിന് ഇന്ത്യ രാജ്യത്ത് BJP എന്നുള്ള ഫാസിസത്തിന്റെ സംസ്ഥാനത്തിലേക്ക് മാറിയില്ലേ? എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ചർച്ച പോയിട്ട് രണ്ടുപേരും ഒരേ സമയത്ത് പറഞ്ഞുകൊണ്ട് ഒന്നും കേൾക്കില്ല. അങ്ങനെ പോലെ ചോദ്യം ചോദിക്കാനുള്ള ഉത്തരം പറഞ്ഞാൽ അവിടുന്ന് ചോദ്യം ഉത്തരം തയ്യാറാക്കിയതാണ്. കസേരയിലിരുന്ന് പറയോ, കസേരയിലിരുന്ന് പറയോ. നിങ്ങൾ പറയൂ. നിങ്ങളെ അല്ല കാദർജി സമയം തരും, കാദർജി സമയം തരും, അതിൽ സമയം തരും. നിങ്ങളോട് 2021-22 മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കിയതാ. ഇതിൽ കിണറൊന്നുമില്ല. ഇപ്പൊ അവര് കിണർ കണ്ടു. ഇപ്പൊ അതിന് സ്ലാബ് ഇടുന്നു പറയുന്നു. സ്ലാബ് ഇട്ടാ ഇതിന് അനുമതി കിട്ടുന്നു. ആരാ പറഞ്ഞത്? സ്ലാബ് ഇട്ടാ ഇതിന് അനുമതി കിട്ടുമോ? കിട്ടില്ല. ഇത് പാളിപ്പോയ പദ്ധതി. അനുമതി കൊടുക്കേണ്ട RT അനുമതി കൊടുക്കില്ല. കാരണം RTA മാനദണ്ഡത്തിന്റെ ഒരു മാനദണ്ഡവും ഈ മുനിസിപ്പാലിറ്റിയിൽ പാലിച്ചിട്ടില്ല. എന്റെ പ്രസ്ഥാനത്തിന് നേരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷത്തിന്റെ ചില ആളുകളുണ്ട്, നേതാക്കന്മാർ. അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം തന്നെ ഒന്ന് കാര്യം പറയട്ടെ. ഈ പാലക്കാടിനപ്പുറം വാളയാറ് കഴിഞ്ഞാൽ നിങ്ങൾ ബായി കൂട്ടുകെട്ടല്ലേ? നിങ്ങൾ കുത്തുന്ത്യ മുന്നണിയല്ലേ? എന്തിനാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളായ ശാന്തൻജിയോട് വൺ ന്യൂസിനോട് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ, എന്തിനാണ് നിങ്ങൾ ഇന്നിവിടെ ഈ പറയുന്ന രണ്ടാളുകളെ പിടിച്ചു നിർത്തിയത്? ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒറ്റ പ്രതിനിധിയായി മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ഈ രണ്ടു തരത്തിലുള്ള ആളുകളെ വേണ്ടിയിരുന്നില്ല. പിന്നെ തൊട്ടടുത്തത് ഇന്നത്തെ സമരങ്ങൾ, ജന്തർ മന്ദിറിലേക്ക് നടത്തിയ സമരങ്ങൾ, അതേപോലെ തന്നെ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ചെറിയൊരു ആരോപണം. അതിനു വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചു. നിങ്ങൾ എന്താണ് പ്രതിഷേധിക്കാത്തത്? ചെർപ്പളശ്ശേരിയുടെ കൗൺസിൽ യോഗത്തിൽ ഇസാക്ക മാത്രമല്ല പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഇസാക്ക മാത്രമാണല്ലോ അവിടെ പ്രതിഷേധത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം കൂടി പറയാം. മുന്നണിയുടെ പ്രതിഷേധം തന്നെയാണ് പറയാ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം കൂടി പറയട്ടെ. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞു.
മഴത്തുള്ളിക്കിലുക്കത്തിൽ കൊച്ചിൻ ഹനീഫ പറയും എവിടെയാണ് കണക്കുകൾ? കണക്കതായി കൈവെള്ളയിലുണ്ട്, ആകാശത്തുണ്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്രം തരില്ല. കേന്ദ്രം വ്യക്തമായിട്ടുള്ള ധാരണ പ്രകാരം നിങ്ങൾ കൊടുത്ത കണക്ക് അത് വ്യക്തതയുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിന് പൈസ അനുവദിക്കുള്ളൂ. ഇതുവരെ അനുവദിച്ചിട്ടില്ലേ? 1 രൂപ പോലും കേന്ദ്രം, എന്റെ പ്രിയ സുഹൃത്ത് പറയട്ടെ, അതെ, കേരളം മാത്രമല്ല BJP ഇതര എല്ലാ സംസ്ഥാനങ്ങളിലും ആക്ഷേപം ഉന്നയിക്കുകയാണ്. 17ഓളം വരുന്ന സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളോട് എടുക്കുന്ന സമീപനമല്ല ബാക്കി 11 സംസ്ഥാനങ്ങളോട് കേന്ദ്രം എടുക്കുന്ന എന്ന കാര്യത്തിൽ യാതൊരു പക്ഷേ ആ നിലപാട് കേരളത്തോട് കാണിക്കുന്നു, കോൺഗ്രസിന് അംഗീകരിക്കുന്നില്ലല്ലോ. വലിയ സന്തോഷം. എന്തുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ കൂടെ VD സതീശൻ സമരത്തിന് പോകാത്തെന്ന് ചോദിച്ചു. സംഘപരിവാറിന്റെ ചാരൻ അത് പറയാൻ ഒരു മടിയില്ല. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലേക്ക് പിണറായി വിജയന്റെ കഴിഞ്ഞ ഭരണകാലത്ത് കടന്നു വരും. അങ്ങനെയാണെങ്കിൽ കുത്തുന്ത്യ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പിണറായി വിജയനെ മാറ്റി നിർത്തി കേരള സംസ്ഥാനത്തിന് മാറ്റി നിർത്തുമ്പോൾ ആ വർദ്ധനവിനുള്ള ശക്തിയില്ല. നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമ്പോൾ ഉയർത്തിയ ബാനറാണത്. ആദ്യമായി കേരള ഗവർണർ ഇന്ന് വരെ പിണറായി വിജയൻ ആവശ്യപ്പെട്ടുണ്ടോ തിരിച്ചു വിളിക്കണമെന്ന്? ആവശ്യപ്പെട്ടത് രമേശ് ചെന്നിത്തലയാ. അന്ന് രമേശ് ചെന്നിത്തല ഇത് ആവശ്യപ്പെട്ട് ഹോം ഗാർഡുകളെ കൊണ്ട് അവരെ തടത്തി മാറ്റി. അന്നത്തെ സ്പീക്കർ രാമകൃഷ്ണനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി പുതിയ പ്ലാനെ പന്തലിക്ക് കൊല്ലണമാരി കോടതിന്റെ ഉള്ളിൽ അവതരിപ്പിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് സൗകര്യമില്ല, പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾ ഡൽഹിക്ക് വരാന്ന് പറഞ്ഞാല് ഒരു കാര്യം തെരുവിലും നിയമസഭയിലും രാഷ്ട്രീയപരമായി ഇടപെടുന്ന പോരാട്ടം നയിക്കുന്ന പാർട്ടിയാ CPM. അത് ഒരു മടിനായിട്ട് ഒന്നും മനസ്സിലാവില്ല നിങ്ങൾ പറഞ്ഞു. പഠിപ്പിക്കണ്ട ഈ രാജ്യത്തെ നിങ്ങൾ 3 പേര് ഇവിടെ ഇങ്ങനെ ബഹളായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആ ചോദ്യങ്ങൾ കൂടി വരട്ടെ. വലിയ ചോദ്യമൊന്നുമില്ല, ചെറിയൊരു ചോദ്യമുള്ളൂ. നമ്മുടെ BJP പ്രതിനിധികളാണ്, കോൺഗ്രസും CPM ബായി ബായി ആണെന്ന് ഈ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ ലാവൽ കേസ് എടുത്തിട്ട് അവിടെ മുന്നോട്ട് പോയിട്ട് അതിന്റെ വിധി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു ബായിനെ കൊന്നു കളഞ്ഞായി. അത് ചെയ്യേ. പ്രിയ സുഹൃത്തെ 18 കൊല്ലം ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിച്ച് വിധി വന്നു. ഏത് കാലത്ത് നരേന്ദ്രമോദി അല്ല പ്രകാശ് കാരാട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഭരിക്കുക എന്ന് തുടങ്ങിയതാ. നിങ്ങളോട് ചോദ്യങ്ങളുണ്ട്. ഒരു മിനിറ്റ്. പ്ലീസ്. നമ്മളിപ്പോൾ നഗരസഭയായി കഴിഞ്ഞ ടൈമിൽ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്ന സമയത്താണ് ചെർപ്പശ്ശേരി നഗരസഭയായത്. സുജിത്തിനോടാ ചോദ്യം.
അപ്പോൾ ആദ്യമായിട്ട് ആ UDF അധികാരത്തിൽ വരികയും ചെയ്തു. ആ അധികാരത്തിൽ വരുമ്പോൾ 2 വർഷം പിണറായി സർക്കാരിൽ നിന്നും ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് വാങ്ങി. KC മെയ്തനാണ് കൊടുത്തത്. AC മെയ്തീൻ അവാർഡ് കൊടുത്തു 2 വട്ടം ശ്രീലജ വാഴക്കുന്നതിന്. കാരണം പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും കൂടുതൽ 98-99% ചെറുപ്പളശ്ശേരി വിനിയോഗിച്ചു. സാധാരണ ജനങ്ങൾക്കൊക്കെ വികസനം എത്തിയെന്നുള്ള അതിന് വെച്ചിട്ട് അവാർഡ് കൊടുത്തു. 2, ഈ പങ്കത്ത് രാമചന്ദ്രൻ, അതായത് നമ്മുടെ ചെയർമാൻ, LDFന്റെ ഭരണസം വന്നു. അതിനുശേഷം ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. ചോദ്യം വന്നുകൊണ്ടിരിക്കുക. അത് വന്നു കഴിഞ്ഞപ്പോൾ എത്ര പദ്ധതി വിഹിതമാണ് 2021-22 കഴിച്ചത്? 22-23 പദ്ധതി വിഹിതം എത്ര? 23-24-25 എത്ര പദ്ധതി വിഹിതമാണ് നിങ്ങൾ ചെലവാക്കിയത്? ഈ കേരളത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് നിങ്ങളുടെ നഗരസഭക്ക്? അതൊന്ന് പറഞ്ഞു തരണം. നമ്മുടെ നഗരസഭക്ക് ഒരു ചോദ്യമുണ്ട് എനിക്ക്. അല്ല, ഒരു ചോദ്യമുണ്ട്. ചോദിക്കൂ. ഒരു മിനിറ്റ് എനിക്ക് അത് പറയും. അതിന് മറുപടിയൊക്കെ പറയും. നിങ്ങൾ ചോദിക്കും. അല്ലല്ല, അവിടെ അത് പറ്റില്ല. ആ ചോദ്യം, നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി പറയും. ഞാൻ അയാൾ മറുപടി പറയും. ഞാൻ മറുപടിയല്ല ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം മറുപടി പറയും. മറുപടി പറയും. സമാധാനപരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യത്തിന് മറുപടി പറയും. ഇടതുപക്ഷത്തിന്റെ നമ്മൾ സമാധാനപരമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ഇത് സമാധാനപരമായിട്ടാണ്. ആരും നിയന്ത്രിക്കണ്ട. ഇവിടെ പ്രിയ സുഹൃത്തുക്കളെ, സമാധാനപരമായിട്ടുള്ള ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. അക്രമപരമായിട്ടുള്ള ചർച്ചയല്ല. ആരും നിയന്ത്രിക്കണ്ട. എല്ലാവരും കാസര്. അല്ലല്ല, കസേരയിലിരിക്കും. എല്ലാരും സീറ്റിലിരിക്കും. കസേരയിലിരിക്കും. കസേരയിലിരിക്കും. ചർച്ച അവസാനിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനാരും കസേരയിലിരിക്കും. നമ്മൾ ചെറുപ്പളശ്ശേരിയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. സമാധാനപരമായിട്ട് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഈ 10 മിനിറ്റിനുള്ളിൽ ചർച്ച അവസാനിക്കുന്നതാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി അവർ പറയും. ആര് ചോദ്യം ചോദിക്കണം, എപ്പോ ചോദ്യം ചോദിക്കണം എന്നുള്ളത് നിങ്ങൾ നിയന്ത്രിക്കണ്ട. അത് നിയന്ത്രിക്കാൻ തന്നെയാണ് ഞാനിവിടെ. അതുകൊണ്ട് അങ്ങനെ നിയന്ത്രിക്കണ്ട. ആ ചോദ്യത്തിനുള്ള മറുപടി അവര് പറയും. അതവര് പറയും. ആ മറുപടി പറഞ്ഞിട്ട് അവര് പോവുള്ളൂ. ഇരിക്കോ. ഞാൻ ഒരു കാര്യം ആകെ ചോദിക്കുന്നത്, നിങ്ങൾ ഏവരും പറയണത് 2015-2020 ശേഷമുള്ള ഈ നഗരസഭ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നു. ശരി, ആയിക്കോട്ടെ. ഒരേ ഒരു ചോദ്യം, 2020 ശേഷം ഈ നഗരസഭയിലെ വിജിലൻസ് എത്ര കേസുകൾ എടുത്തു, വിജിലൻസ് എത്ര വന്നുപോയി എന്ന ഒരു മറുപടി കൂടി എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ പറയണം. കാരണം നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയാം അവിടെ വിജിലൻസിന്റെ ഇറക്കമായിരുന്നു, അഴിമതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ അതില്ല എന്നുള്ള ബോധ്യമുള്ളതോടു കൂടിയാണ് പറയുന്നത്. പിന്നെ 95% നിങ്ങൾക്ക് അന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആടും കോഴിയും മാത്രം കൊടുത്തിട്ടാണ്. ഇതിന്റെ ഈ നഗരസഭ ചെയ്യുന്ന നവീകരണം തൊട്ട്, കുടിവെള്ള പദ്ധതി തൊട്ട്, ആശുപത്രി വികസനം തൊട്ട്, അപ്പൊ ഇതിന്റെ ഒരു മറുപടി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തരണം. ഏറെ പ്രയാസപ്പെട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് ചോദിച്ചോട്ടെ. നമ്മളെ വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ ആ വിജിലൻസ് അന്വേഷണത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിച്ചാൽ കുഴപ്പമില്ല. വിജിലൻസ് കയറി അതിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് പറയണം.
സുജിത്ത് മറുപടി പെട്ടെന്ന് വേഗം മറുപടി പറയും. ഈ ഇതെന്താ വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ ഡെമോക്രാറ്റിക് ആയി പോകാന്നുള്ള അഭിപ്രായ വ്യക്തിപരമായിട്ടുള്ളത് നമുക്ക് പറയാലോ, പോരായ്മകളുള്ളത് തിരുത്തി പോകാൻ വേണ്ടി കൂടിയാന്നുള്ള അഭിപ്രായമാണ്. അഗ്രസീവ് ആകേണ്ട കാര്യമില്ല. ഇവിടെ ചർച്ചകളിൽ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ നിയന്ത്രിക്കാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം. ഒന്ന്, ഇപ്പോൾ ഇടതുപക്ഷം ചെർപ്പളശ്ശേരി നഗരസഭയിൽ ഭരണം തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും 90% പദ്ധതി വിഹിതം വിനിയോഗിച്ചിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ നഗരസഭകളിൽ 1-ാം സ്ഥാനത്താണ്. കേരളത്തിലെ നഗരസഭകളിൽ ചെർപ്പളശ്ശേരി നഗരസഭ പദ്ധതി വിഹിത വിനിയോഗത്തിൽ 7-ാം സ്ഥാനത്താണ്. ഇതാണ് സുഹൃത്തിന്റെ ചോദ്യങ്ങളോട് ചുരുക്കി അല്ല മറുപടി കംപ്ലീറ്റ് ചെയ്യട്ടെ. മറുപടി കംപ്ലീറ്റ്. വല്ലാത്തൊരു കഷ്ടം. അല്ല, ഈ 3 വർഷം കഴിഞ്ഞല്ലോ, 3 വർഷം 90% വിനിയോഗിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇനി 24 കഴിഞ്ഞിട്ടില്ലല്ലോ. സാമ്പത്തിക വർഷം കഴിഞ്ഞോ? 2023 സാമ്പത്തിക വർഷം കഴിഞ്ഞോ? 1.5 മാസം അതവരുണ്ടാവട്ടെ. മാർച്ച് മാസം എത്രത്തോളം പ്രധാനമാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ എന്നത് അറിയാത്ത പൊട്ടന്മാരാ ഞാൻ നിങ്ങളും. കഴിഞ്ഞില്ല. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് സമരങ്ങൾ നടത്തിയതിൽ പ്രധാനപ്പെട്ട നഗരസഭ എന്ത് ചെയ്തോ ചോദ്യം. ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് ഇതാ മുടങ്ങിയിട്ടില്ല, ഇതുവരെ കൊടുക്കുന്നു ഇടതുപക്ഷം. നഗരസഭയിൽ ഈ നാട്ടില് ആരോഗ്യ മേഖലയിൽ ഹൃദ്യം പദ്ധതി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് 4000 രൂപ വെച്ച് ഈ നഗരസഭ കൊടുക്കുന്നു പെൻഷൻ. സമഗ്ര കുടിവെള്ള പദ്ധതി നിങ്ങളുടെ പ്രകടന പത്രികയിലുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി ചെർപ്പളശ്ശേരി നഗരസഭയും 3 പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി കേന്ദ്രം ഇല്ലാന്ന് പറഞ്ഞ നാമമാത്രമായ തുകയുണ്ട്. സഭയിലേക്ക് ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പ് അനുവദിക്കണമെന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ചെയർമാന്റെ കാറിലെ ബോർഡ് തുടക്കാൻ വെച്ചൊരുത്തൻ ഒരു ഉദ്യോഗസ്ഥനെ കൂട്ടി കൈക്കൂലി വാങ്ങി അങ്ങനെ അല്ലല്ല പറയട്ടെ. നിങ്ങള് സാംസ്കാരിക നിലയത്തിന്റെ പേര് മാറ്റി പലിശക്കാരന് താക്കോൽ സൂക്ഷിപ്പുകാരന്റെ പണി കൊടുത്ത് കുട്ടികളെ കൊണ്ടുപോയി ബഡ്സ് സ്കൂളിൽ കൊണ്ടിരുത്തിയ പോലെ അല്ല. ബഡ്സ് സ്കൂൾ വേറെ ഉണ്ടാക്കി ഈ നഗരസഭ അവിടെ ഉദ്ഘാടനം ചെയ്തു. ആരോപണം, സുഖടന ആരോപണം. നഗരസഭയിൽ 2 തവണ വിജിലൻസ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അംഗീകരിക്കണോ? എന്തിനാ വന്നറിയോ? ഒരു പറയട്ടെ, അതിന് മറുപടി ഒന്ന്. ആദ്യം വന്നത് ഒരു വൈസ് ചെയർമാന്റെ ഡ്രൈവറുമായി ബന്ധപ്പെട്ട ആരോപണം. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ, നിങ്ങളുടെ സംഘടനക്കാരനാ, കൊല്ലക്കാരൻ ലിജിൻ ആയിക്കോട്ടെ, യൂത്ത് ലീഗിന്റെ നേതാവട്ടെ, അദ്ദേഹവും അല്ല എത്ര തവണ ആദ്യത്തെ തവണ വന്നത് അതിനാണ്. ഈ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വൈസ് ചെയർമാൻ അന്ന് ഡ്രൈവറായിട്ട്, വൈസ് ചെയർമാന്റെ ചെലവിൽ ഡ്രൈവർ, നഗരസഭ ചെലവിലല്ല, ചെലവിൽ ഡ്രൈവറായിട്ടിരുന്ന ഈ പറയട്ടെ അയാള് മറുപടി പറയട്ടെ ആ മറുപടി ഒന്ന് പറയട്ടെ. വിജിലൻസ് വന്നിട്ട് അവിടെ നിങ്ങളുടെ സംഘടനക്കാരായ ലിജിൻ, ഉദ്യോഗസ്ഥന്റെ പേര് ലിജിൻ, കൊല്ലത്തുകാരനാ. അവനും ഇവനും കൂടി ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് പുറത്ത് നമ്മുടെ തൂതേരെ പരാതിക്കാരൻ, അതിന്റെ പരാതിക്കാരൻ ആരറിയോ? തൂതേരാണ്. ആ തൂതക്കാരൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പിടിച്ചു. കളങ്കിതനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സുഖേണ്ട അഭിപ്രായം തന്നെയല്ലേ?
ശിക്ഷിക്കപ്പെടണ്ടേ കറങ്കീതനാണെങ്കിൽ? അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. അല്ല, ഇനി അവിടെ അഭിപ്രായം ചോദിക്കണ്ട, മറുപടി പറഞ്ഞാൽ മതി. ആ പരാതി കൊടുത്ത ആള് ജയിലില്ല, പരാതി കൊടുത്ത ആള് ജയിലില്ല. വിജിലൻസ് പിടിച്ച ചെയർമാന്റെ ഡ്രൈവർ ഗൾഫിലാ. വിജിലൻസ് പിടിച്ച ചെയർമാന്റെ പരാതി കൊടുത്ത ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാക്കും കേട്ട് ചെർപ്പശ്ശേരി നഗരസഭയിൽ പരാതി വന്ന് 2000 രൂപ കൊടുത്ത് ഇവരെ പിടിപ്പിച്ച ആള് എന്ത് നികൃഷ്ട പ്രവൃത്തിയും ചെയ്യുന്ന ആളാണെന്ന് കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു. അയാളുടെ ഒരു ലാബിൽ കോവിഡ് ഉള്ള വ്യക്തിക്ക് കോവിഡ് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോലീസ് പിടിച്ച് അയാളെ ജയിലിലിട്ടു. ഇന്ന് വരെ ആ കേസിൽ ഒരു കുറ്റപത്രം കൊടുക്കാൻ പിണറായിയുടെ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. ഒന്നിനാ ഞാൻ വന്ന് രണ്ടിന് മറുപടി പറയട്ടെ. രണ്ടിന് വന്നത് കളത്തുംകുണ്ടില് വീടുകളിൽ അഴിമതിന. ആരാ പരാതിക്കാരെന്നറിയോ? നിരപ്പറമ്പിലുള്ള ഷാജി പാറക്കല്. കളത്തുംകുണ്ടുകാർക്ക് പരാതിയില്ല. കളത്തുംകുണ്ടിന് പരാതി ഉണ്ടായിരുമ്പോ കളത്തുംകുണ്ടുകാർ ജാഥയായിട്ട് നഗരസഭ വീഡിയോ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. അവിടെ വന്നു ഞങ്ങൾ ഐക്യദാനം പരാതിക്കാരൻ ഷാജിയ ഒരു നോട്ടീസ് അയപ്പിച്ച് ഞങ്ങളുടെ ബഹുമാനായ ഇന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ആ പണിക്ക് നേതൃത്വം കൊടുത്തത്. എന്തായിരുന്നു? കളത്തുംകുണ്ട് കോളനി 45 വീട് അവിടെ കൊടുത്തത് ഞങ്ങൾ കൊടുത്തതാ. കെ മിസാക്കായിരുന്നു കൗൺസിലർ. ഒരു നോട്ടീസ് അയച്ച് ഒന്നും വേണ്ട, കളങ്കിതര് ശിക്ഷിക്കപ്പെടണ പിണറായി വിജയന്റെ ആഭ്യന്തരം അത്ര മോശമെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ ഒരു നടപടി എടുപ്പിക്കാൻ 2 വട്ടം വിജിലൻസിന്റെ സമയം ചെലവഴിച്ചല്ലാതെ ചെർപ്പശ്ശേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആർജവം ഉണ്ടായില്ല, ത്രാണി ഉണ്ടായില്ല. ഈ ആക്ഷേപത്തിൽ ബി ജെ പി ചെർപ്പശ്ശേരി നഗരസഭയുടെ കുടിവെള്ളം, നഗര വികസനം ഇതൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ചെയ്താൽ സുഖേട്ട അറിവില്ലാഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ പേഴ്സൻറ്റേജിൽ കാണില്ല. അത് പദ്ധതി വീതം ചെലവാക്കിയുള്ളൂ. നിങ്ങൾ പറഞ്ഞത് പേഴ്സൻറ്റേജ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും ചെയ്തില്ല. നഗരവികസനം എന്താ? നഗരവികസനം ഞാൻ പറയട്ടെ, എന്റെ സുഖേട്ട അവസരമുണ്ട്. നഗരവികസനം KS അലീഗ രണ്ടാം ടൈം ഇവിടെ മത്സരിക്കും. നമ്മുടെ സ്റ്റേജിന്റെ അടുത്ത് CPM-ന്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. 6.25 കോടി രൂപയിൽ ചെർപ്പശ്ശേരി നഗരസഭ നഗര നവീകരണം 6.25 കോടി. സുഖേട്ട ഓർമ്മ ഉണ്ടാവില്ല, ഇക്ക് ഓർമ്മ ഉണ്ട്. നഗര നവീകരണം ഇന്ന് 38 കോടി. ഇന്നൊരു കിലോമീറ്ററിന് ചെലവാക്കുന്ന 6.4 കോടിയാ. അത് അത്യാവശ്യം വേണ്ടവർക്കൊക്കെ തലകുനിക്കുന്നുണ്ട്. അശാസ്ത്രീയമാണ് എന്ന് തന്നെ ഞങ്ങൾ ആരോപണം. അത് അശാസ്ത്രീയം തന്നെയാണ്. കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയല്ല. പാമ്പരമണീയമായി അയ്യപ്പങ്കാരുടെ അടുത്ത് ചുരുങ്ങുന്നു, കുറച്ചാണ്ട് വെത്തുമ്പോൾ വികസിക്കുന്നു. അങ്ങനെയല്ല, അത് ചന്തത്തിലല്ല നടക്കുന്നത് തന്നെ ഞങ്ങൾ ആരോപണം. അപ്പോൾ അന്ന് തുടങ്ങിയ ഇത്ര വൈകിച്ചതിന് CPM ചെർപ്പശ്ശേരിയിലെ MLA-മാരും CPM-ഉം മാപ്പ് പറയണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറ്. സമഗ്ര കുടിവെള്ള പദ്ധതി ആരാ തുടങ്ങി വെച്ച്? നിങ്ങൾക്ക് അതിന്റെ സ്ഥലം എവിടെയെന്ന് അറിയായിരുന്നു നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക്? കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ വാട്ടർ അതോറിറ്റി ബഹുമാനായ നാസർ സാർ ചെർപ്പശ്ശേരി നഗരസഭയിലേക്ക് കടന്നു വരാ MLA ഉണ്ടായിരുന്നു. അതിന് സ്ഥലം ഏറ്റെടുക്കണം. അതിന് മുന്നേ സ്ഥലം ഏറ്റെടുക്കാൻ പഞ്ചായത്ത് അന്നത്തെ ബഹുമാനായ പ്രസിഡന്റ് സുരേഷ് ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. മാത്രമാണ് നഗരസഭയുടെ അതിലുള്ള റോള്. വേറെ നഗരസഭയ്ക്ക് അതിലുള്ള റോളില്ല, കാഴ്ചക്കാരനാ. നഗരസഭയുടെ അല്ല സ്ഥലം ഏറ്റെടുത്തു കൊടുത്തത് ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 27 ലക്ഷം രൂപ ചെർപ്പശ്ശേരി നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും ചെക്ക് കൊടുക്കുമ്പോൾ ഞാൻ അവിടെ സാന്നിധ്യമാണെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അതിനുള്ള സമരം ഏറ്റെടുത്തു കൊടുത്തത് നമ്മളാ. കോവിഡ് കാരണം ഞങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല. കോവിഡ് കഴിഞ്ഞ് ഈ ഭരണസമിതി അതിന് നിങ്ങൾ വീണ്ടും BJP പ്രതിനിധിന്റെ അഭിപ്രായം കൂടി ചർച്ച അവസാനിപ്പിക്കേണ്ടത്. പെട്ടെന്ന് പറയും. BJP നേതാവിനോട് പറയട്ടെ. അതായത് ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഹിന്ദിയിലാ പറഞ്ഞായിരുന്നു. ഞാൻ പറയട്ടെ ഹിന്ദിയിലാ പറഞ്ഞ. ഹിന്ദി ഒന്ന് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. പറയൂ, എന്താ പറഞ്ഞു പറയൂ. അതെ, നമ്മുടെ എൻ്റെ പാനലിസ്റ്റ്, എൻ്റെ പാനലിസ്റ്റ് അല്ല, ഞാനിപ്പോൾ ഇതിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുജിത്തിന്റെ അടുത്ത് ഇപ്പൊ ഒരു നുണ പറയലുണ്ടായി, ഒരു പച്ച നുണ. അല്ല ഒരു കാര്യം എന്താ അറിയോ, ഒരു മിനിറ്റ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഇത് നഗരസഭയുടെ വിഷയമാണ്. അദ്ദേഹം ഒരു പച്ച നുണവിടെ ആവർത്തിച്ചു. അതിനുള്ള മറുപടി അദ്ദേഹം പറയണം. ടോപ്പ് ആൻഡ് ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടൈലൻഡേഴ്സ് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്, LSGയുടെ സൈറ്റാണ്. ആ സൈറ്റിൽ താങ്കൾ പറഞ്ഞത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 7ാം സ്ഥാനം, അതായത് ചെർപ്പശ്ശേരി നഗരസഭ 7ാം സ്ഥാനം എന്നാണ് പറഞ്ഞത്. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. പിന്നെ 21-22 കാലഘട്ടത്തിൽ, അതായത് 21-22 പദ്ധതി വിഹിതത്തിൽ 18ാം സ്ഥാനത്താണ്. 96.81% ഉപയോഗിച്ച് ചെർപ്പശ്ശേരി 96.81. പക്ഷെ അതിന്റെയൊക്കെ മുകളിൽ വേറെ ആൾക്കാരുണ്ട് കുട്ടിയെ, അവിടെ നിൽക്കുക ഒരു മിനിറ്റ്. അതേപോലെ പറയട്ടെ, 23-24 പദ്ധതിയിൽ ഇപ്പൊ ഇന്ന് വരെ 38.99% ചെർപ്പശ്ശേരി നഗരസഭ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയാം. അതേപോലെ 20-21 വിപിൻ പറയൂ.
ചെറുപ്പശ്ശേരി നഗരസഭയിൽ കഴിഞ്ഞ 3 വർഷത്തോളം കാലമായിട്ട് കുറേയധികം പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ചില CPM നേതാക്കന്മാർക്കും ചെയർമാനും മാത്രം കൂടിയിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള പ്രവർത്തനം ചെയ്തില്ല എന്ന് പറയുന്നില്ല. കൂടുതൽ പ്രവർത്തനങ്ങളും കേന്ദ്രത്തിന്റെ പദ്ധതികൾ കൊണ്ട്, കേന്ദ്ര പദ്ധതികൾ ഇവിടെ പേര് മാറ്റിക്കൊണ്ടടക്കമുള്ള കാര്യങ്ങളാണ് ചെർപ്പളശ്ശേരി നഗരസഭ ചെയ്തിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഭിന്നശേഷിക്കാരായ പ്രിയ സുഹൃത്ത് പറഞ്ഞു, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി. ശരിയാണ്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടമൊരുത്തി, അതൊക്കെ നല്ല കാര്യമാണ്. അത് ചെർപ്പളശ്ശേരി നഗരസഭയെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയുവാനുള്ളത്, ആ ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഭിന്നശേഷി സ്കൂളിലേക്ക് എത്തിക്കുവാനുള്ള വണ്ടിയുടെ വാഹനത്തിന്റെ ക്യാഷ് കഴിഞ്ഞ മാസം പോലും കൊടുത്തിട്ടില്ല എന്നുകൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാസം പോലും അവിടെ കൊടുത്തിട്ടില്ല എന്നുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10.25 കോടി രൂപ അത് ഈ ചെർപ്പളശ്ശേരിയുടെ നഗരത്തിലേക്കാണ് തന്നിട്ടുള്ളത്. വെള്ളിനാഴിയും തൃക്കടീരിയും നെല്ലായയും അടങ്ങുന്ന അനങ്ങനടിയും അടങ്ങുന്ന പഞ്ചായത്തുകൾക്ക് കൂടിയാണ് ഇത് 10.25 കോടി അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷം മുൻപ് ഇൻഫ്രാഗ്രാനൈറ്റ് കോറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെർപ്പളശ്ശേരി നഗരസഭയുടെ ചെയർമാൻ അവിടുത്തെ സമരസമിതിയുടെ വലിയ കൺവീനറായിരുന്നു. ആ ചെയർമാൻ അന്ന് കോറിയെ എതിർക്കുകയും പിന്നീട് അദ്ദേഹം ചെയർമാനായി വന്നതിന് ശേഷം ആ കോറിക്ക് അനുകൂലമായി കൊണ്ടുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്തു. അവർ അവിടെ മീതെന്നുള്ള വിധിയാണ് കോടതിയിൽ ാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. എന്താണ് കേട്ടില്ല? കോറിക്ക് അനുകൂലമായി ചെയർമാൻ വിധി കോറിക്ക് അനുകൂലമായി കൊണ്ട് എന്നല്ല, രാഷ്ട്രീയവും വികസനവും എന്ന ഈ ജനസഭ എന്ന ചർച്ച ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.